ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിശുദ്ധ ഖുർആനാകട്ടെ നമ്മുടെ എല്ലാ തിന്മകളെയും നന്മകളാക്കാൻ പടച്ചവൻ യുദ്ധത്തെ കാരണമാക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുമായുള്ള കടമകൾ മനുഷ്യർക്ക് പഠിപ്പിച്ചതുപോലെ തന്നെ അല്ലാഹുവിന്റെ അടിമകളുമായുള്ള കടമകളും അല്ലാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഹുഖൂഖുൽ ഇബാദ്, ഒന്ന് അല്ലാഹുമായി ബന്ധപ്പെട്ട ഹുഖൂഖുകൾ, അവനുമായി ബന്ധപ്പെട്ട കടമകൾ. മറ്റൊന്ന് ഹുഖൂഖുൽ ഇബാദ്, അടിമകളുമായുള്ള ബന്ധങ്ങൾ, കടമകൾ. ഈ രണ്ട് കടമകളെയും മനുഷ്യൻ പൂർത്തിയാക്കണം. ദീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയ ഈ കാര്യങ്ങളാണെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുക. സത്യത്തിൽ ദീൻ വെറും ഈ ഇബാദത്തിന്റെ ലൈൻ മാത്രമല്ലുള്ളത്. ഉലമാക്കൾ പറയേണ്ടത് ദീൻ, ഇസ്ലാം എന്ന് പറഞ്ഞത് 5 കാര്യങ്ങളുടെ മേൽ കൂട്ടപ്പെട്ട ഒരു കാര്യമാണ്. 5 കാര്യങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴാണ് ദീൻ മുക്കമ്മലാവുക. അല്യൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് പറഞ്ഞ ആ മുക്കമ്മൽ ദീൻ, ആ കാമിലായ ദീൻ 5 കാര്യങ്ങൾ കൂടി ചേരുമ്പോഴാണ് ഉണ്ടാവുക. 1 ഈമാനാണ്, 2 ഇബാദത്താണ്, 3 മുആശറത്താണ്, 4 മുആമലത്ത്, 5 അഖ്ലാഖ്. ഈ 5 കാര്യങ്ങൾ ചേരുമ്പോഴാണ് ദീൻ മുക്കമ്മലാവുക. ഈമാനിയാത്ത്, വിശ്വാസപരമായ കാര്യങ്ങൾ നമുക്കറിയാം. നമ്മൾ സാധാരണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, മനുഷ്യന്റെ ഈമാൻ, അല്ലാഹുവിന്റെ അചഞ്ചലമായ വിശ്വാസം. 1 ഈമാനിയാത്താണ്, മറ്റൊന്ന് ഇബാദത്താണ്. ഇബാദത്തുകളാണ് നമ്മൾ ഈ പറഞ്ഞ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ മുആശറത്ത്. മുആശറത്ത് എന്ന് പറഞ്ഞാൽ ബന്ധങ്ങൾ. ബന്ധങ്ങൾ മാതാപിതാക്കളോടുള്ള, ഭാര്യയോട്, മക്കളോട്, കുടുംബ ജ്യേഷ്ഠാനുജന്മാർ, ഇങ്ങനെ തുടങ്ങി ബന്ധങ്ങളുണ്ട്. അതാണ് മുആശറത്ത്. അതിൽ ദീനുണ്ട്. അതിലെ ദീനും കൂടി പൂർത്തിയാവണം. നമ്മൾ സാധാരണ സ്കൂളിലൊക്കെ പറയുകയാണെങ്കിൽ 5 സബ്ജക്റ്റ് എഴുതി 5ലും പൂർണ്ണമാക്കിയിട്ടാലേ എന്താവുള്ളൂ, അയാൾ പൂർത്തിയായി വിജയിക്കുള്ളൂ. ഒരു സബ്ജക്റ്റ് തോറ്റാൽ അയാൾ ആ വിഷയം തോറ്റതാണ്. ഇതേപോലെ 5 കാര്യങ്ങളുണ്ട്. ഈമാൻ, ഇബാദത്ത്, മുആശറത്ത്, മുആമലത്ത്, അഖ്ലാഖ്. മുആശറത്ത് ബന്ധങ്ങൾ, മുആമലത്ത് ഇടപാടുകൾ, അഖ്ലാഖ് സ്വഭാവങ്ങൾ. അഖ്ലാഖ് സ്വഭാവങ്ങൾ. ഈ 5 ലൈനിലും അവന്റെ ദീനുണ്ട്. ഇതിലേതെങ്കിലും സബ്ജക്റ്റിൽ അയാൾ പരാജയപ്പെട്ടു, അയാൾ പരാജയപ്പെട്ടത് തന്നെയാണ്. വിട്ടുവീഴ്ചയില്ലാത്ത ഭാഗമാണ് ഈമാനിയാത്ത്. ഈമാനില് വിട്ടുവീഴ്ചയില്ല. ഇബാദത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാവും. അത് അല്ലാഹുമായുള്ള ഹുഖൂഖ് തന്നെ. അത് അല്ലാഹു വിട്ടുവീഴ്ച ചെയ്താൽ പോയി, കുഴപ്പമില്ല. പിന്നുള്ളത് മുആമലാത്തും മുആശറത്തുമാണ്. അതിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടത് അടിമകളാണ്. അടിമകൾ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ലെങ്കിൽ അത് പിന്നെ പ്രയാസമാകും. അഖ്ലാഖ് സ്വഭാവം, അത് സൃഷ്ടികളുമായി ബന്ധപ്പെട്ടത്. അതുകൊണ്ട് ബന്ധങ്ങൾ, ഇടപാടുകൾ, ഇതൊക്കെ ദീനിൽ വലിയ പ്രാധാന്യമുള്ളതാണ്. അഖ്ലാഖ് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. നാളെ മഹ്ശറയിൽ ഏറ്റവും ദുഃഖം കൂടുന്ന അമൽ ഏതാണ് ചോദിച്ചപ്പോൾ ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൽസ്വഭാവത്തിന് ഭയങ്കര തൂക്കം. അതുകൊണ്ട് ബന്ധങ്ങളുണ്ട്. അതിന് വലിയ വിലയുണ്ട് ഇസ്ലാം. കടമകൾ, ഹുഖൂഖുൽ ഇബാദ്, അടിമകളുമായുള്ള കടമകൾ, കടപ്പാടുകൾ. മാതാപിതാക്കളോട് കടപ്പാടുണ്ട്, കടമകളുണ്ട്. മക്കളോട് കടമകളുണ്ട്, ഭാര്യനോട് കടമുണ്ട്, ഭർത്താവിനോട് കടമുണ്ട്. ജ്യേഷ്ഠന്മാർ തമ്മിൽ കടമകളുണ്ട്, സഹോദരിമാർ തമ്മിൽ കടമകളുണ്ട്, അയൽവാസികളോടുള്ള കടമകളുണ്ട്. അതുകൊണ്ട് കടമകൾ ഓരോരുത്തരുമായുള്ള ഹുഖൂഖ്, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിനെ പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ഇബാദത്തിലൊക്കെ അയാൾ എവിടെയോ എത്തിയിട്ടുണ്ടാവും. എത്ര ഉയർന്ന അവസ്ഥയിലാണെങ്കിലും അയാളുടെ
സഹാബാക്കൾ ചിലർ പറഞ്ഞു സമ്പത്തുണ്ടായിരുന്നു, അവിടെ പോയി അയാളാണ്. കുറെ വലിയ സമ്പന്നൻ അവിടെ പൊട്ടിപ്പൊളിഞ്ഞു പോയ അയാളെ പറ്റി പറയുന്നത് അയാൾ പാപ്പറായിരുന്നു. അപ്പൊ അതേപോലെ അയാൾ പാപ്പറാണെന്ന് പറഞ്ഞു. നിർദ്ദന ശാസ്ത്രത്തിൽ ഞങ്ങൾ പറഞ്ഞു അയാളല്ല പാപ്പർ. ആഖിറത്തിലെ മുഫ്ലിസ്, ആഖിറത്തിലെ പാപ്പർ ആരാണ്? അയാൾ ഒരുപാട് അമലുകളുമായി വരികയും അയാളുടെ ബന്ധങ്ങളും ഹുക്കൂക്കുകൾ ശരിയാവാത്തതിന്റെ പേരിൽ അവർക്കൊക്കെ എടുത്തു കൊടുക്കപ്പെടേണ്ടി വരും. എന്ന് വെച്ചാൽ ശതബനിഹാദ വദറബനിഹാദ, ഇയാൾ എന്നെ ചീത്ത ചെയ്യുന്നു, ഇയാൾ എന്നെ അടിച്ചിരുന്നു, ഇയാൾ എന്നെ അങ്ങനെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞ് ലൈനിലെ കാര്യം ആൾക്കാരിങ്ങനെ ലൈൻ നിൽക്കുന്നുണ്ടോ? ഇയാളുടെ നന്മകളൊക്കെ, ഇയാളുടെ നിസ്കാരം, ഇയാളുടെ ദുഹ, ഇയാളുടെ തഹജ്ജുദ്, ഇയാളുടെ ജമാഅത്ത് നിസ്കാരം, ഇയാളുടെ ഖുർആൻ ഓതൽ, ഇയാൾ മറ്റുള്ളവരെ വർഷിപ്പിച്ചത് ഫുൾ എടുത്തിട്ട് ഇങ്ങനെ കൊടുക്കാൻ. എന്നാൽ പരാതിക്കാര് ബാക്കിയാവും. അപ്പൊ പിന്നെ അല്ലാഹു തആല ചെയ്യല്, അവർക്ക് നന്മ കൊടുത്താൽ അവരെ നന്മ തൂങ്ങും തിന്മയേക്കാൾ. അപ്പൊ ഇനി നന്മ കൊടുക്കാനില്ല ഇയാളെ കയ്യിൽ. അപ്പൊ എന്ത് ചെയ്യാൽ അവരുടെ തിന്മ കുറച്ചു കൊടുത്താൽ ഒരു രക്ഷപ്പെടും. അവരെ തിന്മന്റെ ഭാഗം കുറച്ചു കൊടുത്താൽ ഉദാഹരണത്തിന് ബറാബർ നിൽക്കുകയാണ് ഒരാൾ, 500 നന്മയുണ്ട്, ഓനൊരാൾ അടിച്ചിട്ടുണ്ട്, അയാളുടെ നിന്നിട്ട് നന്മ ഒന്നും കിട്ടാനില്ല. എന്നാ ഓൻ്റെ ഒരു 100 ഗ്രാം തിന്മ എടുത്തിങ്ങോട്ട് കൊടുത്താൽ ഓ രക്ഷപ്പെട്ടു. കാരണം 100 നന്മ കൂടിയല്ലോ. അങ്ങനെ തിന്മകൾ ഇവന്റെ മേൽ വെക്കപ്പെടും. ഇവൻ ചെയ്യാത്ത വെള്ളടിച്ചിട്ട് ജന്മത്ത് വെള്ളടിച്ചിട്ടാവില്ല, പക്ഷെ വെള്ളടിച്ചോണ്ടൊക്കെ ഉണ്ടാവും അവന്റെ തലയിൽ. അങ്ങനെ തിന്മകൾ ഇവന്റെ മേൽ കുന്നുകൂടപ്പെടും. അവനാണ് എന്റെ ഉമ്മത്തിലെ ഏറ്റവും വലിയ മുഫ്ലിസ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ സർദാർ ശ്രീമാരെ ബന്ധങ്ങൾ ഏറ്റവും വലുതാണ്. ബന്ധങ്ങൾ ഏറ്റവും വലുതാണ്. മാതാപിതാക്കളോട് കടമുണ്ട്, മാതാപിതാക്കൾക്ക് മക്കളോടും കടമുണ്ട്. സാധാരണ മാതാപിതാക്കളോട് കടമുണ്ടെന്ന് മാത്രമേ കേട്ടുള്ളൂ. മക്കളോട് മാതാപിതാക്കൾക്ക് കടമുണ്ട്. മക്കളോട് മാതാപിതാക്കൾക്ക് അവർക്ക് നല്ല തൽദീം, നല്ല തഅലീം അത് കൊടുക്കൽ മാതാപിതാക്കളുടെ കടമയാണ്. അവർക്ക് നല്ല പേരിടൽ മാതാപിതാക്കളുടെ ബാധ്യതയാണ്. അവന്റെ പേര് നല്ലതിടണം. അവന് നല്ല താലീം, നല്ല തഅദീം, നല്ല അതവ് കൊടുക്കണം. അത് മാതാപിതാക്കളുടെ ബാധ്യതയാണ്. ഒരുപാട് കടമകൾ മക്കളോട്. അവരെ നന്നായി വളരാനുള്ള എല്ലാ വഴികളും തേടൽ മാതാപിതാക്കളുടെ മേൽ കടമയാണ്. അവരെ അഭിമാനത്തെ സൂക്ഷിക്കണം, അത് മാതാപിതാക്കളുടെ മേൽ കടമയാണ്. ഞാൻ റോട്ടിലിട്ടു അടിക്കും എന്നൊരു വാപ്പ പറയണേ. ഒരു പ്രായപൂർത്തിയായ അല്ലെങ്കിൽ ഒരു വകതിരിവായ തെമ്മീതായ മോനെ റോട്ടിലിട്ട് വാപ്പ അടിച്ച ആളുടെയുണ്ട്, അവന്റെ അഭിമാനത്തെ ബന്ധമെങ്കിൽ നാളെ അള്ളാഹു മുമ്പിൽ ഈ പിതാവായി മറുപടി വരട്ടെ. മകനെ ചോദിക്കാനാണ് ദേവാലയം, മകനെ അത് ചോദിക്കാനാണ് ചോദിക്കുന്ന ആൾ അള്ളാഹു. മകന് മാതാപിതാക്കളെ അനുസരിക്കൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മക്കളോട് വലിയ കടമകളുണ്ട്, മക്കളോട് വലിയ ബാധ്യത ഉണ്ട്. നിങ്ങളുടെ മക്കളുടെ ഇടയിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങളുടെ മക്കളുടെ ഇടയിൽ നിങ്ങൾ നീതി പുലർത്തിയില്ലെന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചോളി. നിങ്ങളുടെ മക്കളുടെ ഇടയിൽ നിങ്ങൾ നീതി പാലിക്കണം. മക്കളുടെ നീതി ഉണ്ടാവണം. മാതാപിതാക്കൾ ആകത്ത് കൊടുക്കും. അടുക്കൽ ഒരാൾ ഒരു കുതിര, ഒരു ഒട്ടകോ മറ്റോ ആക്കി വന്നു, ഒരു മൃഗത്തെ ആക്കി വന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് ഞാൻ എന്റെ മകന് കൊടുക്കാൻ വിചാരിക്കേണ്ടത്. കൊണ്ട് ബാക്കിയുള്ള മക്കളില്ലേ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. നിങ്ങളങ്ങനെ നീതി പുലർത്തുക. അതുകൊണ്ട് മക്കളുടെ നീതി പുലർത്തി, ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും നീതി പുലർത്തി. ഇന്ന് പെൺമക്കളോട് വേറെ സമീപനം, ആമക്കളോട് വേറെ സമീപനം.
കുടുംബത്തിന്റെയും കാര്യങ്ങളിൽ ചെലവാക്കണം. മക്കളെ കെട്ടിക്കാനാവുമ്പോ അവർക്ക് 50-100 വേറെ, പിന്നെ അവർക്ക് വീടുണ്ടാക്കാൻ വേറെ. അവസാനം ആ മക്കൾക്ക് ഒന്നുമില്ല. മക്കളുടെ നീതി കൊടുത്തു. 50 മോൻ കൊടുക്കണ്ടെങ്കിൽ 50 മോനും കൊടുക്കണം, 50 മോൻക്ക് കൊടുക്കണം. നിങ്ങളെ മക്കളുടെ നീതി പുലർത്തി. മോൻ അധ്വാനിച്ചു കൊണ്ടുവരികയാണ്, മോന്റെ കൂടി എടുത്തിട്ട് കൊടുക്കുകയാണ്. ഈ പിതാവ് സമാധാനം പറയേണ്ടി വരും. നമ്മളെ നാട്ടിലൊന്നും നടക്കുന്നു, അതൊന്നും പ്രശ്നമില്ല. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ എന്ത്, അതാണ് പ്രശ്നം. അതുകൊണ്ട് മക്കളുടെ നീതി പുലർത്തി. നമ്മൾ സാധാരണ കേൾക്കുന്ന വയലപ്പോഴും മാതാപിതാക്കൾ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ, എങ്ങനെ ചെയ്താൽ അങ്ങനെ. അത് മാത്രമല്ല, ഇവർക്കുണ്ട് മക്കളോട് കടമകളുണ്ട്. ഒന്നാമത്തെ കടമ മക്കൾക്ക് നല്ല പേരെക്കലാണ്. അവിടെ തന്നെ പാടാണ്. അവിടെ വന്നിട്ട് ലെറ്റർ സ്റ്റൈലൊക്കെ ഒപ്പിച്ചിട്ട് പേരിടും. അതിന്റെ ഗുണം പിന്നീട് കാണും. അതിന്റെ ഗുണം പിന്നീട് കാണും. മക്കളെ അങ്ങനെയാണ് വളർത്തുന്നത് ഒരു പരിധി വരെ. പിന്നെ നന്നായി വളർത്തിയാൽ വീടുവരെ തീരുമാനിച്ചിട്ടുണ്ടാവും, വേറെ കാര്യം. എന്നാൽ അവനും ആദ്യം കുറ്റം പറയട്ടെ, ആ സമാധാനം പറയണ്ടല്ല. എന്റെ മാനെ നീനുടെ കാര്യങ്ങളും അവസ്ഥകളൊക്കെ ചെയ്തിട്ടുണ്ട്, പിന്നെ വീടുന്ന ഞാൻ ഉത്തരവാദിയല്ല. നുവാലീസിൽ അങ്ങനെ പോലെ, നുവാലീസിൽ അങ്ങനെ പോലെ അദ്ദേഹത്തിന് പറയാം. നമ്മൾ നമ്മുടെ കടമകൾ പൂർത്തിയാക്കാതെ മക്കൾ കേടുന്നാലോ. അതുകൊണ്ട് മക്കളോടുള്ള ഏറ്റവും വലിയ കടമ അവർക്ക് നല്ല പേര് വെക്കലാണ്. അവന് നല്ല പേര് വെക്കും. അതിന്റെ മേലെ അക്കീക്കാക്കി, ആണായി പെണ്ണായി. ഇന്ന് ഒന്നാമത്തേലാക്കും. അത് അഭിമാനത്തിന്റെ ഭാഗമാണ്. ഭാര്യ കൊണ്ട് കൊണ്ടായാക്കാണ്. അത് 2 പോത്ത് ഒരാളും ആയിക്കോട്ടെ. ഇതിന്റെ ബാക്കിയുള്ളൊക്കെ കാര്യം. ബാക്കിയുള്ളൊന്നും എന്റെ മക്കളല്ലേ. അക്കീക്കാക്കി സുന്നത്താണ്. ഒരു മക്കളോടുള്ള പിതാവിന്റെ കടമയിൽപ്പെട്ടതാണ്. കടമപ്പെട്ടതാണ്. മക്കളുടെ അനുസരണയുമായി വരെ ബന്ധമുണ്ടതിന്. മക്കളുടെ അനുസരണയുമായി വരെ ബന്ധമുണ്ടതിന്. ഒരു ആലിമിനോട് ഒരാൾ അയാളുടെ മകന്റെ കാര്യം പറഞ്ഞു. അതിനാണ് ചില അനുസരണങ്ങളൊക്കെ കാണിക്കുന്നത്. ഉടനെ ആരും തെറ്റിച്ച് അയാളുടെ മേലെ ആക്കി കടത്തുന്നത്, ആ കുട്ടിയുടെ മേലെ ആക്കി കടത്തുന്നത്. അപ്പൊ ഇയാൾ അങ്ങനെ ആലോചിച്ചു ഇല്ലാതെ വലിയ ആളായി, കുറച്ച് വലുപ്പമായിട്ടുണ്ട്. നമുക്ക് നമ്മളെ ദീനറിയില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മളെന്തൊക്കെയോ നാട്ടിലെ ആചാരത്തിലെന്തോ ലക്ഷ്യങ്ങൾ ചെലവാക്കപ്പെടും. പക്ഷെ സുന്നത്തായ അമലുകൾക്ക് നമുക്ക് ഒരു താല്പര്യമുണ്ട്. നാട്ടിലെ അഭിമാനത്തൊക്കെ കിട്ടാനാണെങ്കിൽ എന്ത് ചെയ്യും? എന്റെ ദീനാണ് ഹക്കീക്ക് അർത്ഥം കൊടുക്കുന്നത്. മക്കളോടുള്ള പിതാവിന്റെ കടമപ്പെട്ടതാണ്. സാമ്പത്തിക അവസ്ഥ ഉണ്ടെങ്കിൽ അർത്ഥം കൊടുക്കണം. ബാക്കിയുള്ളവരൊക്കെ സാമ്പത്തികം ഇതിന് മാത്രം ഇല്ലാന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് മക്കളോടുള്ള കടമകൾ പൂർത്തിയാക്കി. മക്കളോടുള്ള കടമകൾ പൂർത്തിയാക്കി. ഇല്ലെങ്കിൽ മാതാപിതാക്കൾ പിടിക്കും. എല്ലാവർക്കും കോടതിയാണ്. അതുകൊണ്ട് അവർക്ക് നല്ല താലീം. അവരെന്താ പഠിപ്പിക്കുന്നത്? അവരെ താലീം എന്താണ്? ഇതിനെപ്പറ്റി നാളെ ഇസ്ലാം പോലെ പിതാവ് കാരണം കുട്ടിക്കൊന്നും അറിയില്ല. അവനെവിടെ കൊണ്ട് ചേർത്ത് അതിനനുസരിച്ചിട്ടോ. അവൻ ഗുഡ് മോർണിംഗിലാണ് ഗുഡ് മോർണിംഗ് ഉണ്ടാവും, അസ്സലാമു അലൈക്കുമാണ് അസ്സലാമു അലൈക്കും ഉണ്ടാവും. അവനെന്താണ് കൊടുക്കുന്ന തെരഞ്ഞെടുത്ത് എന്താ താലീം? അതാണ് ആ കുട്ടി വളരുക. അതുകൊണ്ട് കുട്ടികളോട് കടമുണ്ട്. അവരെന്താ പഠിപ്പിച്ചത്? കുട്ടി ആദ്യം സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ അല്ലാഹ് പറയിപ്പിക്കും, കെലിമ പറയിപ്പിക്കും. ഒരാളുടെ ആദ്യ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരാളുടെ അവസാന വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ്.
നമ്മളെ മക്കൾ കേടുപോയി ഒക്കെ അനുസരണ കെട്ടുപോയി ആരെ അനുസരിക്കില്ല എന്ന് പറയുന്നതിന്റെ കാരണക്കാരും വേറെ ഒന്നും ചൂണ്ടണ്ട, അങ്ങോട്ട് തന്നെ ചൂണ്ടിയാൽ മതി. മക്കളോടുള്ള കടമ പൂർത്തിയാക്കില്ല. മാതാപിതാക്കൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ വേണ്ടി ചെറിയ ചെറിയ പിഞ്ച് മക്കളെ ഏതെങ്കിലും പ്രയാസം പറഞ്ഞാൽ അവിടെ കൊണ്ടേ രാവിലെ കൊണ്ടേ തള്ളുകയാണ്. പിന്നെ രാവിലെ വെട്ടൊക്കെ ആയിട്ട് എന്നിട്ട് അവിടെയുള്ള മിക്സിംഗ് കൾച്ചർ കുട്ടി പഠിക്കാണ്. കുട്ടികളൊക്കെ പഠിക്കുന്നത് എല്ലാ കുടുംബ കൾച്ചറൊക്കെ അതൊക്കെ പഠിക്കാൻ. ഇസ്ലാമികത്തായ കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹബ്ബിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുട്ടികളും ഇസ്ലാമിന്റെ ഫിത്രത്തോടുകൂടി, ഇസ്ലാമിന്റെ ഫിത്രത്തോടു കൂടിയാണ് ജനിക്കുന്നത്. എന്നുവെച്ചാൽ ഇസ്ലാമിന്റെ ആ പാകമായ അവസ്ഥയിലാണ് കുട്ടികൾ ജനിക്കുന്നത്. അവന്റെ മാതാപിതാക്കളോ ഒന്നുകിൽ യഹൂദിയാക്കും, അല്ലെങ്കിൽ നസ്രാനിയാക്കും, അല്ലെങ്കിൽ മജൂസിയാക്കും എന്ന് റസൂലുള്ളാഹി മാതാപിതാക്കളാണ് ആക്കുന്നത്. ആണല്ലോ, ഏത് വീട്ടിലാണ് ജനിക്കുന്നത് കുട്ടി വളരുന്നു. അതുകൊണ്ട് നമ്മളെ കെലിമന്റെ വീട്ടിൽ വളർന്ന കുട്ടിക്ക് കെലിമ അറിയില്ല, കെലിമന്റെ സംസ്കാരം അറിയില്ല, കെലിമന്റെ ജീവിതം അറിയില്ല. അത് ചെറുപ്പത്തിൽ തന്നെ നമ്മളെ കുട്ടി ഒഴിവാക്കാണ്. ചെറുപ്പത്തിൽ തന്നെ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കണ്ടേ? അവൻ ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ആവണം. എന്താവാൻ? ഭാവിയിൽ എന്തൊക്കെ ആവും. അവസാനം വെറുക്കുണ്ടാവില്ലെന്ന് മാത്രം, വെറുക്കുപകാരണ്ടാകാൻ മാത്രം. എന്തൊക്കെ ആയിട്ടുണ്ടാവും, എവിടൊക്കെ ആയിട്ടുണ്ടാവും, എന്തൊക്കെ ആയിട്ടുണ്ടാവും, എവിടൊക്കെ ആയിട്ടുണ്ടാവും. അതുകൊണ്ട് മക്കളെ അവരോടുള്ള ബാധ്യതയാണ് അവർക്ക് ദീനിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. നല്ല താലീം. ഇല്ലെങ്കിൽ മാതാപിതാക്കൾ കുടുങ്ങും, മാതാപിതാക്കൾ കുടുങ്ങും. ഇവർക്ക് എന്തുകൊണ്ട് പഠിപ്പിച്ചില്ല? അതിനുള്ള സാഹചര്യത്തിലേക്ക് എന്തുകൊണ്ട് കുട്ടികളെ കൊണ്ടാക്കില്ല? നമ്മൾ ഒറ്റ കാര്യത്തിൽ നമ്മളെ മക്കളോട് എന്ത് കടമയാണ് പൂർത്തിയാക്കിയത്? എന്നിട്ട് കുറെ കാലം കഴിയുമ്പോൾ നമ്മൾ വലിയ അഭിസായിട്ട് പോവുക. അപ്പനോട് ഇങ്ങനെ കടമണ്ടോ, അവനോട് ഇങ്ങനെ ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അവർക്ക് എന്താ ഈ പഠിപ്പിച്ചു കൊടുത്തത്? അള്ളയാണെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ മാതാപിതാക്കളെ അനുസരിക്കുന്ന പരിപാടി ഉണ്ടാവില്ല. കാരണം മാതാപിതാക്കൾ വാർദ്ധക്യത്തിലെത്തുമ്പോൾ പ്രയാസമായിട്ട് മാറുമാർക്ക്, ആർക്ക്? മക്കൾക്ക് പ്രയാസമായിട്ട് മാറും. അതുകൊണ്ട് മക്കൾക്ക് ദീൻ പഠിപ്പിക്കും, ദീനിന്റെ കാര്യത്തിൽ അവരെ മുന്നോട്ട് കൊണ്ടുവരും, അവർക്ക് നല്ല തെർബിയത്ത് കൊടുക്കും. നമ്മൾ തീരെ ശ്രദ്ധിക്കാറില്ല. നമ്മളെ മക്കൾക്ക് ദീനിന്റെ കാര്യങ്ങൾ എത്രത്തോളം അറിയും, അള്ളാഹ് എത്രത്തോളം അറിയും, അള്ളാഹിനെ പറ്റി നമ്മുടെ മക്കളോട് നമ്മൾ പറഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല. അതൊരു 3 മണിക്കൂറൊക്കെ കൊടുക്കും മദ്രസ. ബാക്കി മണിക്കൂറുകൾ കൊടുക്കുന്നത് വസ്തുക്കളെ കുറിച്ച് പഠിക്കാനാണ്. അതുകൊണ്ട് മക്കൾക്ക് നല്ല താലീം കൊടുക്കും, നല്ല തഹ്ദീബ്, നല്ല അദബ് പഠിപ്പിക്കും, അള്ളാഹിനെ മനസ്സിലാക്കി കൊടുക്കും. അത് മാതാപിതാക്കളുടെ ബാധ്യതയാണ്. നല്ല അദബും നല്ല മര്യാദയും നല്ല താലീം പഠിപ്പിക്കുന്നില്ലെങ്കിലും മാതാപിതാക്കൾ അങ്ങനെ അനുസരിക്കും. അവർക്ക് സമയമായ പ്രായപൂർത്തിയായ അവർക്ക് നല്ല വിവാഹം ചെയ്തു കൊടുക്കും. ഇത് മാതാപിതാക്കളുടെ ബാധ്യതയാണ്. പെൺകുട്ടിക്ക് നല്ല ഭർത്താവിനെ, പുരുഷന് നല്ല സ്ത്രീയെ, തഖ്വയുള്ളതിനെ, ദീനുള്ളതിനെ തിരഞ്ഞെടുക്കും. അത് മാതാപിതാക്കളുടെ ബാധ്യതപ്പെട്ടതാണ്. നമ്മളെ മക്കൾക്ക് എന്താ ചെയ്തു കൊടുക്കല്? ഒരു പെൺകുട്ടിനെ കെട്ടിക്കുന്ന ആള് ആ പെൺകുട്ടിന്റെ ദീൻ വിൽക്കുകയാണ്. അവളെ ആശ്രമമാണ് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഭർത്താവിന്. ഒരു പെൺകുട്ടിനെ ഒരു ഭർത്താവിനെ കെട്ടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവളെ ദുനിയാവും ആഖിറത്തും അവളെ ഏൽപ്പിച്ചു കൊടുത്തു എന്നർത്ഥം. അവൻ ആഖിറത്തിന്റെ ബോധമില്ലാത്തവനാണെങ്കിൽ ആ പെൺകുട്ടിന്റെ ആഖിറത്ത് നഷ്ടപ്പെട്ടു, അവളെ നരകത്തിൽ വിറ്റു എന്നർത്ഥം. നിങ്ങളുടെ ഭൗതികമായ സുഖങ്ങൾ, താല്പര്യങ്ങൾ, അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഏതെങ്കിലുമൊക്കെ ഭൗതികമായ അവസ്ഥകളിൽ ആൾക്കാർ പറയുന്നത് ദീന് അതൊക്കെ ഉണ്ടായിക്കോളും. ചെറുപ്പക്കാരല്ലേ, ദീനോട് ഉണ്ടായിക്കോളും. ദീന അങ്ങനെ പെട്ടെന്ന് ഉണ്ടാകണമെന്നില്ല. ദീനുണ്ടെന്ന് നോക്കി കെട്ടിക്കാനാ പറഞ്ഞത്, ദീൻ ഉണ്ടാക്കണേന്നല്ല.
ദീനൊക്കെ നമുക്ക് ഉണ്ടാക്കാറേ ഒരു ഹോൾസെയിലൊന്നുമില്ല. മക്കളുടെ ദീൻ നഷ്ടപ്പെടും. നല്ല മുഖം ഒക്കെ മറച്ച് ഹിജാബോട് ജീവിക്കുന്ന എത്രയോ പെൺകുട്ടികള് ദുനിയാവിന്റെ മാനദണ്ഡങ്ങളും അതിന്റെ വളർമ്മി അതിന്റെ മഹത്വം നോക്കി കല്യാണം കഴിപ്പിച്ചു കൊടുത്ത ആൾക്കാർ പിന്നീട് ആ പെൺകുട്ടിക്ക് ഔറത്തും കൂടി മറക്കാത്ത അവസ്ഥയിലുണ്ട്. സ്ത്രീകളെപ്പോഴും ഒരു ഉരുകിയ മെഴുകുതിരിമായിരുന്നു. ഉരുകിയ മെഴുകുതിരി ഏത് ഷേപ്പുള്ള കുപ്പിയിൽ വെച്ചാൽ ആ ഷേപ്പ് ഉണ്ടാവും, ആ മോഡൽ ഉണ്ടാവും. അതിന്റെ ഡൈ അതാണ്. ഉരുണ്ട കുപ്പിയിൽ വെച്ചാൽ ഉരുണ്ടമായിട്ടുണ്ടാവും. ഉരുകിയ മെഴുകുതിരി നീളമുള്ള കുപ്പിയിൽ വെച്ചാൽ നീളമുള്ള മാതിരി ഉണ്ടാവും. ഇതേപോലെയാണ് പെൺകുട്ടികള്. അവളെ ഭർത്താവിന്റെ ദീനാണ് അവളെ ദീൻ. ഇല്ല മാഷാ അല്ലാഹ്, ഏതെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ കുറച്ച് ഒഴിവുണ്ടാവാം, ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് മക്കൾക്ക് വിവാഹം കഴിക്കുമ്പോൾ ദീൻ നോക്കി കല്യാണം കഴിപ്പിച്ചു കൊടുക്കും. ഇതൊക്കെ മക്കളോടുള്ള ബാധ്യതപ്പെട്ടതാണ്. ഇതൊന്നും പിതാവ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൊണ്ട് മക്കളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കേണ്ടത് ആർക്കാണ്? അത് ഓരോ വാപ്പാരും മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ ആ മകളുടെ ആഗ്രഹം നഷ്ടപ്പെട്ടു. ചിലപ്പോൾ വലിയ വീടുണ്ടാവും, വലിയ കാറുണ്ടാവും, വലിയ വീട്ടിൽ സെർവന്റ് ഉണ്ടാവും, എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവാം. പക്ഷെ അവിടെ ദീനെടുക്കും. അതുകൊണ്ട് ദുനിയാവിന്റെ അസ്ബാബുകളെ മാനദണ്ഡമാക്കി വിവാഹം കഴിപ്പിക്കരുത്. ഇത് മക്കളോടുള്ള കടമപ്പെട്ടതാണ്. ദീനുള്ളതിനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാന്നുള്ളത്. അതുകൊണ്ടാണ് വലിയമാണെന്ന് പറയുന്നത്. ഒരു പെൺകുട്ടിക്ക് സ്വന്തമായി സെലക്ട് ചെയ്യാനുള്ള അനുവാദം ഇല്ലാത്തത് അതുകൊണ്ടാണ്. അവളെ മാതാപിതാക്കൾ ആ കാര്യത്തിൽ അത്ര ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് വലിയില്ലാതെ ഒരു പെൺകുട്ടിനെ നിക്കാതെ നടക്കൂല എന്ന് പറയുന്നതിന്റെ കാരണം. കാരണം ഇയാൾ നോക്കിയിട്ട് ആൺകുട്ടിനെ പറ്റി പെൺകുട്ടിയൊക്കെ അറിയില്ല. ഇന്നത്തെ പെൺകുട്ടികളെ കഥല്ലേ നീ പറഞ്ഞേ. എന്നാ ബാപ്പനേക്കാൾ കൂടുതൽ അറിയില്ലേ? അവരെക്കാൾ കൂടുതൽ അറിയ പെൺകുട്ടിയൊക്കെയാണ്. ഇസ്ലാമികമായ ചുറ്റുപാടിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിക്ക് പുറത്തുള്ള ഒരു പുരുഷനെ പറ്റി അറിയില്ല. അതുകൊണ്ട് അവൾ സ്വന്തമായിട്ട് ഏതെങ്കിലും അബദ്ധത്തിൽ തെരഞ്ഞെടുക്കരുത്. അതിനുവേണ്ടി പിതാവിനെ കുറിച്ചതാണ്. പിതാവ് ഭൗതികനാണെങ്കിൽ കഴിഞ്ഞ ജീവിതം, ഭൗതിക വസ്തുക്കളോടുള്ള ഭ്രമമുള്ള പിതാവാണെങ്കിൽ ആ പെൺകുട്ടിന്റെ ദീൻ നഷ്ടപ്പെടും. ഇതേപോലെ ആൺകുട്ടിയുടെ കാര്യം, ദീനുള്ള പെൺകുട്ടികളെ തെരഞ്ഞെടുക്കും. അത് പിതാവിന്റെ മേൽ ബാധ്യതയാണ്. ഇത് പുലർച്ചെ സമയത്ത് പ്രജകളുടെ അവസ്ഥ അറിയാൻ വേണ്ടി നടന്നതാണ്. ഒരു കുടിലിൽ നിന്ന് ഒരു സ്ത്രീ അവരുടെ മകളോട് പറയുന്നത്, മോളെ പാലിൽ വെള്ളം ചേർക്കണം, പാലിൽ വെള്ളം ചേർക്കണം. മോൾ പറഞ്ഞു അമീറുദ്ദീനെ നടന്നത് ഭയങ്കര ശിക്ഷന്റെ കാര്യമാണ്, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. ഉമ്മ പറഞ്ഞു മോളെ ഈ സമയത്ത് അമീറുദ്ദീനെ എങ്ങനെ അറിയാനാ? നമ്മളെ കുടിലിനുള്ളിൽ വെച്ചിട്ട് അല്പം പാലിൽ വെള്ളം വെച്ചാൽ ആരറിയാനാണ്? ആ മോള് പറഞ്ഞു ഉമ്മ അല്ലാഹു കാണൂല, അല്ലാഹു കാണൂല. പിന്നെന്താ ആക്സിഡന്റ് ആയത്? പിന്നെന്താണ് മറുപടി ഉണ്ടായത്? ആ വർഷമല്ല അള്ളാഹ് കണ്ടാൽ കുഴപ്പമൊന്നുമില്ല, എനിക്ക് വെള്ളം വെച്ചത് പറഞ്ഞിട്ടില്ല. അതോടുകൂടി ആ സംഭവം ഫിനിഷ് ആയിട്ടുണ്ട്. പിന്നെ നടന്നത് ആ വീടിന് മാർക്കിടലാണ്. അതിർത്ത് പറഞ്ഞല്ല മാർക്കിട്ടു. മോനോട് പോയി പറഞ്ഞു, മോനെ എനിക്ക് പറ്റിയ നല്ലൊരു പെൺകുട്ടിയോടുണ്ട്, അവളെ കല്യാണം കഴിയും. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ ഏതോ ഒരു പള്ളിയിലെ ഖത്തീബാന്ന് വിചാരിക്കരുത്. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിയിട്ടാണ്. ഏതോ ഒരു പള്ളിയിലെ മഹല്ലിൽ ഖാദി, ഒരു മഹല്ലും നല്ലത് 200ഓളം രാജ്യങ്ങൾ ഇന്നത്തെ അതിർത്ത് ഉമർ റളിയല്ലാഹു കീഴിലുണ്ട്. ഒരു വമ്പൻ അധികാരി, വിശാലമായ ഇസ്ലാമിന്റെ ഒരു ഖലീഫ. അത്ര വലിയ ഖലീഫ മോനെ പെണ്ണെടുക്കുന്നവരാണ് ഒരു പാൽക്കാരന്റെ ഒരു കുടിയിലെ മോളാണ്. ആ പെൺകുട്ടിനോട് പറഞ്ഞു വെള്ളം ഒഴിക്കാൻ. പെൺകുട്ടി പറഞ്ഞു പറ്റൂല, അമീറുദ്ദീനാണ്. അമീറുദ്ദീൻ എങ്ങനെ അറിയാനാണ് പറഞ്ഞു? അള്ളാഹു അറിയില്ല. സത്യത്തിൽ ഇവിടെ നടന്നത് ഒരു പരീക്ഷണായി. ആ ഉമ്മ പിന്നൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് സ്വാഭാവികമായിരുന്നു ആ ഉമ്മക്ക് തക്കുവല്ലേ, മോക്ക് മാത്രമേ തക്കുവുള്ളൂ. അല്ല, ഉമ്മക്ക് നല്ലോ തക്കുവുണ്ട്. മോൾക്ക് പ്രായപൂർത്തിയായിട്ടുണ്ട്, അവളെ കല്യാണം കഴിപ്പിക്കാനായി.
ഇനി ഇവിടെ വേറെ വീട്ടിൽ പോയി നിൽക്കാനുള്ളതാണ്. അതുകൊണ്ട് അവർക്ക് തക്കുവുണ്ടോ ഇല്ലെന്ന് പരീക്ഷിക്കണം. കാരണം തക്കുവുള്ള വിവാഹത്തിന്റെ നിബന്ധനയും പെട്ടെന്നാണ് തക്കുവ. തങ്ങള് വിവാഹത്തിന്റെ ഖുത്ബ 3 ആഴ്ച ചോദിച്ചിട്ട് 3 ആഴ്ചയിൽ തക്കുവ കൊണ്ട് വസിയത്തുണ്ട്. മറ്റൊന്ന് മൂന്നായിട്ട് വിവാഹത്തിന്റെ അടിസ്ഥാനപരമായ കാര്യം തക്കുവാണ്. അവിടെ ഉമ്മ നോക്ക് തക്കുവന്റെ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ക്യാമ്പസ് സെലക്ഷനാണ് നടന്നത്. എന്ത് ക്യാമ്പസ് സെലക്ഷൻ, ഇതിന്റെ പേരാ ക്യാമ്പസ് സെലക്ഷൻ. തക്കുവന്റെ ട്രെയിനിങ് നടക്കുക, അതിൻ്റെ ഇടയിൽ സെലക്ഷൻ ആയി പോവുക. ഉമ്മ നോക്കി തക്കുവ ട്രെയിൻ ചെയ്യാണ്. പാലുവെള്ളേക്ക് ഒഴിച്ചാൽ പ്രശ്നമായി. ഉമ്മക്ക് സന്തോഷമായി, മാഷാ തന്റെ കൊണ്ട് തക്കുവണ്ട് ഇവിടെ കെട്ടിക്കാനായി. നമ്മളൊരു മോള് PDS ഫൈനലാണ്, അതുകൊണ്ട് പാസ്സായിട്ട് കെട്ടിക്കാം. നമ്മളെ മോളെ MBA കഴിയാണ്, അയാളോട് കെട്ടിക്കാം. നമുക്കതൊക്കെയാണ് പാസ്സാവേണ്ട കേസ്. കാരണം നമ്മൾ സ്വന്തം കാലിൽ നിൽക്കണം. എന്താണ് സ്വന്തം കാലിൽ പെൺകുട്ടികൾ ട്രെൻഡായി മാറിയിട്ടുണ്ട്. സ്വന്തം കാലിൽ നിൽക്കണം. സ്വന്തം കാലിൽ നിന്നാൽ പിന്നെ എന്താ ഉണ്ടാവുക? നിങ്ങൾ പറയും സ്വന്തം കാലിൽ നിന്നാൽ കടാകട ആൾക്കാരായ അടി ഉറപ്പാണ്. കടാകട അടി ഉറപ്പാണ്. ഒരാൾ ബലഹീനനും ഒരാൾ ശക്തിരോഗങ്ങളാണ് എന്ത് ചെയ്യാ ഒരു 70-30 ആണെങ്കിൽ അങ്ങനെ പോകും. 50-50 ആണെങ്കിൽ പ്രയാസങ്ങളുണ്ട്. ഇന്നത് അനുഭവിക്കുന്ന നമ്മള് നിങ്ങൾ പുല്ലാണ്. കാരണം എനിക്ക് ജീവിക്കാനുള്ള വരുമാനം എന്തെങ്കിലും ജീവിക്കാനുള്ള വരുമാനം എന്തെങ്കിലും ഞാൻ ജീവിച്ചോളാം. الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم. الرجال القرآن വിശദീകരിക്കുന്നത് നിങ്ങൾക്ക് അറിയില്ലട്ടോ. ഞാൻ അങ്ങനെ പറയണം ഖുർആനൊക്കെ വിശദീകരിക്കുന്നത് നിങ്ങൾക്ക് അറിയില്ല. കാരണം അത്രത്തോളം ദാരുണമായ അവസ്ഥയൊക്കെ സമുദായത്തിനെ സമുദായത്തിൽ ഖുർആൻ പ്രശ്നമല്ല. അതൊക്കെ ഒരു ഗൈഡ്, അതൊരു ഗ്രന്ഥം. അല്ലാഹു മാപ്പാക്കി തരട്ടെ. മുഅ്മിൻ എങ്ങനെ ജീവിക്കണം, മുഅ്മിനത്ത് എങ്ങനെ ജീവിക്കണം എന്നുള്ളതിന്റെ ജീവിത നിലവാരം അല്ലെങ്കിൽ ജീവിതത്തിനെ പഠിപ്പിക്കാനുള്ള ഗ്രന്ഥമാണ് ഖുർആൻ. ഖുർആൻ പറയുന്നത് റിജാൽ ആൺകുട്ടികൾ, റിജാൽ ഖവ്വാമൂന അലൻ നിസാ, സ്ത്രീകളുടെ മേൽ അധികാരമുള്ള ആൾക്കാരാണ് പുരുഷന്മാർ. ഞാൻ പറയില്ല, ഖുർആൻ പറയാൻ, അല്ലാഹു പറയാൻ. ഇതിന് മാറ്റം വരുത്തിയാൽ ഉറപ്പായിട്ടും വലിയ വലിയ പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വരും. വലിയ വലിയ പ്രതിസന്ധികൾ, വലിയ പ്രയാസങ്ങൾ, ദുരന്തങ്ങൾ സമുദായം നേരിടേണ്ടി വരും. എന്തുകൊണ്ട്? സൃഷ്ടാവായ അല്ലാഹുവിന്റെ നിയമത്തിന് മാറ്റം വരുത്താൻ ശ്രമിച്ചാൽ അതിന്റെ പ്രയാസങ്ങൾ ഉണ്ടാവും. അല്ലാഹ് ചില നിയമങ്ങളും ചില സംഹിതകളും അതിനെ മാറ്റം വരുത്താൻ പറ്റില്ല. الرجال قوامون على النساء بما فضل الله بعضهم على بعض. എന്തുകൊണ്ടാണ് പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ മേൽക്കോയ്മയുള്ളത്? ബിമാ ഫضل الله بعضهم على بعض. ചിലരെ അല്ലാഹു ശ്രേഷ്ഠാക്കി. ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലാഹു അങ്ങനെ ശ്രേഷ്ഠത കൊടുത്തില്ല. എന്തുകൊണ്ടൊന്നും ആരും ചെയ്യാൻ പറ്റില്ല. എന്നിട്ടും അല്ലാഹു പറയണം ബിമാ ഫضل الله بعضهم على بعض. ചിലരെക്കാൾ ചിലർക്ക് സ്ഥാനം നൽകി, ശ്രേഷ്ഠത നൽകി. വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, വബിമാ അൻഫഖൂ അവർ ചെലവഴിക്കുന്ന കാരണം, മിൻ അംവാലിഹാ മിൻ അംവാലിഹിന്ന ആ പെണ്ണുങ്ങളുടെ സമ്പത്തിൽ നിന്ന് അല്ല പറഞ്ഞ മിൻ അംവാലിഹിം അവരുടെ സമ്പത്തിൽ നിന്ന് അവർ ചെലവഴിക്കുന്നതിന്റെ പേരിൽ അവർക്ക് ഒരു മേൽക്കോയ്മണ്ട്.
അപ്പൊ ഇത് മാറിയാൽ അത് മാറും. അപ്പൊ പിന്നെ പ്രയാസങ്ങളാവും. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ പറയാൻ ഡൈവേഴ്സ് ആകെ പോകുന്നുണ്ട്. ഇങ്ങനെ ഒപ്പിച്ചൊപ്പിച്ച് പോകാൻ, അങ്ങനെ തള്ളി നീക്കാൻ, ജീവിതത്തിന്റെ സുഖം ആസ്വദിക്കില്ല. അങ്ങനെ പോകണം. ഓടുകളുണ്ട്, പെണ്ണുകളുണ്ട്, അങ്ങനെ ഓടോളം ഇഷ്ടത്തിന് ചാറ്റ് ചെയ്ത് ഓട് നടക്കുന്നുണ്ട്, ബലഷ്ടത്തിന് ഓൺ നടക്കുന്നുണ്ട്. ഇങ്ങനെ എത്ര കുടുംബജീവിതത്തിന്റെ മക്കളെ വന്നിട്ട് ഒരു ബന്ധുവില്ലാതെ അതുകൊണ്ട് ഓർക്ക് സ്വന്തം നിലനിൽപ്പുണ്ടാവട്ടെ എന്ന് ചിന്തിക്കുന്ന പിതാവ് മകളുടെ കുടുംബജീവിതത്തിനെ തകർക്കാനുള്ള വലിയ ഏർപ്പാട് ചെയ്യുന്ന ഒരു പിതാവാണ്. അതുകൊണ്ട് തന്നെ പിതാവിന് നല്ല താലീം നൽകാത്തതിന്റെ പേരിൽ അയാൾ കുടുംബമാകുന്നത്. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് മാത്രമല്ല കടമേണ്ടത്, മാതാപിതാക്കളോട് മാത്രമല്ല കടമേണ്ടത്, മക്കളോടും കടമകളുണ്ട്. നല്ല താലീം ഉണ്ടാവണം, നല്ല തദ്ദീബ് ഉണ്ടാവണം, നല്ല അതവ് പഠിപ്പിക്കണം. എന്റെ ഭർത്താവാണ്, ഭർത്താവിനോട് എനിക്ക് കടമുണ്ട്, ഭർത്താവിനോട് എനിക്ക് കടമുണ്ട്. എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ഭാര്യമാരൊക്കെ കൂടി ചെറിയൊരു പണയൊക്കെ കൊടുത്തപ്പോ ഉമർ റളിയല്ലാഹു ഫസ്റ്റ് പോയത് അഫ്സർ റളിയല്ലാഹു അടുക്കൽക്കാണ്, മോളടുത്തേക്ക്. വേറെ ആർക്കും പോകാൻ പറ്റില്ലല്ലോ. അഫ്സർ റളിയല്ലാഹു പോയിട്ട് പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞതാണ് നിങ്ങളോട്. എന്താണ് വാപ്പ ഭർത്താവിനെ അനുസരിക്കണം എന്ന് പറയാൻ ധൈര്യം കാട്ടുന്ന വാപ്പാനാണ്. ദീനിന്റെ വാപ്പയ്ക്ക് കഴിയുള്ളൂ, അല്ലെങ്കിൽ ഒക്കെ വേറെ പത്തിലാണ്. ഉമർ റളിയല്ലാഹു അഫ്സർ റളിയല്ലാഹു ചിന്തരാനാണ് പറയുന്നത്. അടിക്കാൻ വരെ പോയി നിബിധനദാസങ്ങളെ വരെ മധ്യ നിന്ന് നിബിധനദാസങ്ങളാണ് ഇല്ലേ പൊട്ടിയിട്ടോ. എന്ന് വെച്ചാൽ മക്കൾക്ക് അതവ് പഠിപ്പിക്കൽ പിതാവിന്റെ പണിയാണ്. നമ്മളെ മക്കളെ അതവ് പഠിപ്പിക്കുന്നത് എവിടെയാണ് പഠിപ്പിക്കുന്നത്? ഒരതവില്ലാത്തോട്ടാ പഠിപ്പിക്കുന്നത്. ഒരു അധ്യാപകനോട് പോലും അതവില്ല. കോളേജ് ലക്ഷന്മാരോടൊന്ന് ചോദിച്ചൊക്കെ മതി. എന്തിനും ഒരു അതവും മര്യാദയില്ല. നമുക്ക് രണ്ടത്തിനെ പഠിപ്പിച്ചിട്ടാണെന്നുള്ള ബോധം കൂടിയില്ല. പിന്നെ അവിടുന്ന് എങ്ങനെ അതുകൊണ്ടായ സ്വന്തം പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാരുടെ അതവ് കാണിക്കാത്തവർ പിന്നെ ആരും എഴുതുന്ന അതവ് പഠിക്കാൻ. അതുകൊണ്ട് മക്കളോടുള്ള വലിയ കടമയിൽപ്പെട്ടതാണ് ഒരു നല്ല താലീം. ഒരു സ്വയം പര്യാപ്ത അവസ്ഥയിൽ എത്തിക്കുക, ഒരു സ്വന്തം കാലിൽ നിൽക്കട്ടെ. സ്വന്തം കാലിൽ നിൽക്കുന്നവരൊക്കെ കുടുംബജീവിതം താറുമാറാണ്. ആരും ആരോടും അറിയില്ലാതെ മാത്രം. കാരണം അത് അള്ളാഹു വെച്ച സിസ്റ്റത്തിനെതിരാണ്. ആകെ സ്ത്രീകൾ അനുസരിക്കുന്ന അവരെ കാര്യങ്ങളൊക്കെ ഭർത്താവ് നടത്തി കൊടുക്കുന്നതുകൊണ്ടാണ്. ഓൾക്കെന്നെ 80,000 സാലറി ഉണ്ടെങ്കിൽ ഓൾ ആരനുസരിക്കല്ലേ? മോൻക്ക് ഇന്ന സാധനം വാങ്ങിക്കൊടുക്കുക, സൈക്കിൾ വാങ്ങിക്കൊടുക്കേണ്ടതാണ് വാപ്പ. അപ്പൊ മോൻക്ക് വെച്ചാൽ വാപ്പനോട് എന്ത് കിട്ടൂല? സൈക്കിൾ വാപ്പ സൈക്കിൾ വാങ്ങിക്കൊടുക്കേണ്ടതാണ്. ഈ ചെറിയ പയ്യനാണ് അവിടെ പോയി വണ്ടിക്ക് തട്ടി ആള് പണിയിക്കോട്ടെ വിചാരിച്ചിട്ട്. ഇപ്പൊ ഉമ്മനോട് ഉമ്മ വലിയ സാലറി വാങ്ങുന്ന ഉമ്മയാണ്. അതുകൊണ്ട് ഉമ്മ വരുമ്പോൾ സൈക്കിളൊക്കെ കൊണ്ടുവന്നു. അവസാനം കുടുംബത്തലാക്കുക. കാരണം ഇപ്പം ചെറിയ ജൂലിയത്തിലാണ്, പിന്നെ ചെറിയ ആണത്തലാണ്. ആണല്ലാത്തവരും പിന്നെ ബസ്സല്ല ആയിക്കോട്ടെ, അത്രയും ലാഭമായി. ഞാൻ പറഞ്ഞ റിജാലുകളെ കുറിച്ചാണ്. റിജാൽ എന്ന് ഖുർആൻ പറഞ്ഞ റിജാലുകളെ കുറിച്ചാണ് ഇതൊക്കെ പറഞ്ഞേ. റിജാലല്ലാത്തവരുണ്ടോ? അതുകൊണ്ട് മക്കളോടുള്ള ഏറ്റവും വലിയ കടമ ഒരു നല്ല ദീനനുസരിച്ച് ജീവിക്കട്ടെ, ഒരു ദീനനുസരിച്ച് ജീവിക്കട്ടെ. അതുകൊണ്ട് തഖ്വ പഠിപ്പിച്ചു കൊടുക്കും. തഖ്വയാണ് ഏറ്റവും വലിയ അമൽ. ജീവിതോപാധിക്കും ആവശ്യം തഖ്വയാണ്. സ്വയം നിലനിൽക്കേണ്ട ആവശ്യം തഖ്വയാണ്. മനുഷ്യന്റെ ഉപജീവനത്തിന്റെ വഴി അല്ലാഹു വെച്ചത് തഖ്വയാണ്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ്. ഒരു വിചാരിക്കുക പോലും ചെയ്യാത്ത നിലയിലുള്ള ഒരു ഉപജീവനം നൽകുന്നു. ഈ പെൺകുട്ടി സ്വപ്നത്തിന് കൂടി ആലോചിച്ചിട്ടില്ല. ഈ പെൺകുട്ടിയുടെ ഉമ്മ സ്വപ്നത്തിന് കൂടി ആലോചിച്ചിട്ടുണ്ടാവില്ല. എന്റെ മോള് ഖലീഫത്തുൽ മുഅ്മിനീൻ
അമീറുൽ മുഅ്മിനീനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെ മരുമകളാവുന്നു. പക്ഷെ തഖ്വ ഉണ്ടായപ്പോൾ വിചാരിക്കുക പോലും ചെയ്യാത്ത നിലയിൽ അള്ളാഹു ഏർപ്പാടുണ്ടാക്കി. സഹാബി പറഞ്ഞല്ലോ, മക്കളെ മരിക്കാൻ സമയം വിളിച്ചിട്ട്, നിങ്ങൾ തഖ്വയുള്ളവരാണെങ്കിൽ നിങ്ങളെ കാര്യത്തിൽ എനിക്ക് ഒരു ഭയമില്ല. മരിക്കാൻ പോകുന്ന സഹാബി മക്കളൊക്കെ വിളിച്ചിട്ട് അടുത്തിരുത്തി വിട്ടിട്ട് പറയാണ്, നിങ്ങൾ തഖ്വയുള്ളവരാണെങ്കിൽ നിങ്ങളെ കാര്യത്തിൽ എനിക്ക് ഒരു ഭയമില്ല. കാരണം നിങ്ങളുടെ കാര്യം അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. തഖ്വയുള്ളവരെ കാര്യം ആരെടുത്തിട്ടുണ്ട്? അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. നിങ്ങൾ തഖ്വയില്ലാത്തവരാണെങ്കിൽ പിന്നെ ഞാൻ നിങ്ങളേക്ക് യാതൊരു ബന്ധുവില്ല. ഇത് റിജാലിന് മാത്രം പറയാൻ പറ്റുന്ന വാക്കാണ്. അതുകൊണ്ട് സഹാബാക്കളെ പറ്റി അള്ളാഹു റിജാൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. റിജാൽ ഒരു പ്രാവശ്യമല്ല, കുറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. റിജാലുൻ സദഖു മാ ആഹദുല്ലാഹ് വമിൻഹും മൻ ഖളാ നഹ്ബഹു വമിൻഹും മൻ യന്തദിർ വമാ ബദ്ദലു തബ്ദീല. റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് വഇഖാമിസ് സ്വലാ വഈതാഇ സക്കാ യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹി القلوب والابصار. റിജാൽ സഹാബാക്കളെ പറ്റി പറഞ്ഞു. ഈ റിജാലൊക്കെ സഹാബാക്കളാണ്. ഒരാളാണ് നിങ്ങൾ. അതുകൊണ്ട് തഖ്വയുണ്ട്. മോനങ്ങൾക്ക് തഖ്വയുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് ഭയമില്ല. നിങ്ങളുടെ കാര്യം അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. നിങ്ങൾ തഖ്വയില്ലാത്തവരാണ്. പിന്നെ ഞാൻ നിങ്ങളേക്ക് എപ്പോഴാ പറഞ്ഞാലേക്ക് വഫാത്തിന്റെ സമയം മക്കളെ ഉപദേശിക്കാണ്. ഞാനും കണ്ട ദുനിയാവും ലോകവും എല്ലാം ഈ ഉണ്ട്. അതുകൊണ്ട് സഹാബാക്കളെ പഠിക്കും. നമ്മളൊന്ന് വേറെ ആരോ പഠിക്കും. ഏതൊക്കെ ചെന്നൈ ഓ ഭയങ്കര മറ്റേ ഫിലോസഫിയാണ്, മറ്റവനാണ്, മറ്റവനാണ്, ഏതൊക്കെ പഠിച്ചു കൊടുക്കുന്നത്. സഹാബാക്കളെ പഠിക്കും. ഒരാള് അള്ളാഹു ഇഷ്ടപ്പെട്ട ആൾക്കാർ, ഒരാൾ അള്ളാഹു ഇഷ്ടപ്പെട്ടു, അവർ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടു, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞ സഹാബാക്കളെ പറ്റിയ അവരെ വായിച്ചിരിക്കില്ല, അവരെ പഠിക്കില്ല. അവരെങ്ങനെയാണ് മക്കളെ വളർത്തിയത്? അവിടെ സർക്കാർ സർക്കാരെ മക്കളോട് കടമ കിട്ടും. അവർക്ക് ഖുർആൻ പഠിപ്പിക്കും, അവരെ ഖുർആൻ പഠിപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ വ്യക്തമായ കൽപ്പനയാണത്. മക്കൾക്ക് ഖുർആൻ പഠിപ്പിക്കും. കാരണം ഖുർആൻ അനുസരിച്ചാണ് അവർ ജീവിക്കേണ്ടത്. നമ്മളെ മക്കൾക്ക് എന്ത് ഖുർആൻ അറിയാം? ചെറിയ കുട്ടികളെ ഇടയ്ക്കിലൊക്കെ വിടും, എന്തെങ്കിലുമൊക്കെ അൽക്കാവ് പോയി കൊടുത്തു. ചെറിയ 4 വയസ്സായ കുട്ടികൾ, 14 വയസ്സായ അൽക്കാവ് ഉണ്ടാവില്ല, ഒരു സാധനം ഉണ്ടാവില്ല. 5ാമത്തെ വയസ്സിലൊക്കെ പിന്നെ 4ാമത്തെ കല്യാണത്തിന് പോയപ്പോഴോട് ഒരു കുട്ടിനെ കണ്ടു, വർത്താനൊക്കെ പറഞ്ഞവരോട് നോക്കിക്ക് അൽക്കാവ് അറിയാം. ചെറിയ കുട്ടിയാണ്. ഞാൻ നീ ഓതിയാന്ന് നമ്മൾ ഞാൻ പോകില്ല. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഓതാൻ അറിയില്ല. ആരംഭത്തിലാണ് അപ്പം ഓതി. ആരംഭത്തിലെ അൽഹംദുലില്ലാഹി ചെറിയ കുട്ടിയാണ്. ഒരു 5 വയസ്സ് 6 വയസ്സുണ്ട്. അവൻ മനസ്സിലിങ്ങനെ വിചാരിച്ചു, ഇപ്പോൾ ആ കോതു ഇപ്പോൾ അങ്ങനത്തെ ഒരു കോച്ചിങ്ങിലാണ്. കുറച്ചൊരു കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ബന്ധമില്ലാത്ത സ്കൂളിലൊക്കെ കൊണ്ട് ചേർത്താൽ പിന്നെ ഈ സാധനം ഉണ്ടാകില്ല. ഖുർആന്റെ ഏറ്റവും വലിയ പ്രത്യേകത ലഹു അശദ്ദു തഫസ്സിയം മിനൽ ഇബ്ലി ഫീ ഉഖലിഹാ. കെട്ടഴിഞ്ഞ ഒട്ടകം അപ്രത്യക്ഷമാകുന്നതിനേക്കാൾ സ്പീഡിൽ ഖുർആൻ മനുഷ്യ ഹൃദയങ്ങളിൽ അപ്രത്യക്ഷമാകുന്നു. അതിന്റെ വ്യക്തമായ തെളിവാരാണ് ഈ ഇരിക്കുന്ന ആൾക്കാർ, ഈ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും. ഒരാളും ഒഴിവുണ്ടാവില്ല. കാരണം ചെറുപ്പത്തിൽ മദ്രസയിൽ 50 നോക്ക് പഠിച്ചിട്ടുണ്ടാവും, ഇപ്പോൾ ഒറ്റ നോക്കുണ്ടാവില്ല. കാരണം അത് കെട്ടഴിഞ്ഞ ഒട്ടകത്തിനേക്കാൾ സ്പീഡിലാകും. അതുകൊണ്ട് ചെറിയ കുട്ടിയാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് നമ്മൾ സമാധാനിക്കണ്ട. അത് അതിന്റെ രീതിയാണ്. ഖുർആൻ മനസ്സിലാക്കേണ്ട സമയത്ത് മനസ്സിലാക്കണം, പഠിക്കേണ്ട സമയത്ത് മനസ്സിലാക്കണം. അത് അതിനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കണം. ഖുർആന്റെ തഅലീം ഉണ്ടാവണം വീട്ടിൽ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹിദായത്തിന് വരെ കാരണമായി സബബായി ഉലമാക്കൾ പറഞ്ഞത് വീട്ടിലെ തഅലീമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കാൻ വേണ്ടി വാളുമായി നൗദുല്ല വരുമ്പോൾ വഴിയിൽ വെച്ച് സഅദ് ഇബ്നു അബീ വഖാസിനെ കണ്ടു. അബൂ വഖാസ് ചോദിച്ചു, വാളിനെ തൂക്കി കണ്ടപ്പോൾ എടുക്കാൻ പറയാന്ന് ചോദിച്ചു. മുഹമ്മദിനെ വധിക്കാൻ വേണ്ടി പോവാണ്. ഭയങ്കര സന്തോഷം പറഞ്ഞതാണ്. സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ബനു ഹാശിം വെറുതെ പോയി കൊന്നാലും ചോദിച്ചു. സത്യത്തിൽ എന്തെങ്കിലും പറയേണ്ടിയിരുന്നത് മാഷാ ഇങ്ങനെ പറഞ്ഞിട്ടാ ഇവരെ വിട്ടത്. എല്ലാവരും കൊല്ലാണെന്ന് കൂടിയാലോചന നടത്തി ആരും കൊല്ലുന്ന ആർക്കും ധൈര്യമില്ല. അപ്പൊ പിന്നെ ഉമർ
സത്യത്തിൽ എന്താ പറയണ്ടേ? വാ വാ എന്നാണ് പറ്റിയാണെങ്കിൽ ഞാൻ പോയിട്ട് വാ ആണ് ഞാൻ കുടിത്തരാന്നാണ് പറയേണ്ടത്. ഇത് നേരെ വിട്ടു പറയും. ഈ മതന്മാരമാരുണ്ട് പറഞ്ഞു അതെ അത് സത്യാണെങ്കിലും മാനേനെന്താ കുഴപ്പം? ഇതൊക്കെ സഹാബാക്കള് ഉമ്മറൊന്നും അവർക്ക് ബസ്സല്ല ഈമാന്റെ മുന്നിൽ. ഉമ്മറിലെന്നാ ആദ്യം നിന്നെ ശരിയാക്കണം. ആയിക്കോട്ടെ തന്നെ ഒരുപാട് വരും. അടുക്കട് ഭർത്താവിന്റെ ഇടയിൽ പറഞ്ഞു എന്റെ സഹോദരി ഫാത്തിമ മുസ്ലിം ആയിട്ടുണ്ടല്ലോ പറഞ്ഞു. അതിനും വെറുതെ സഹിക്കാൻ പറ്റില്ല. എന്റെ കുടുംബത്തിൽ കയറി പിടിച്ചിരുന്നത് ഉടനെ ഉമ്മറെല്ലാം ഫാത്തിമന്റെ വീട്ടിൽ വിട്ടു. ഫാത്തിമ അവരെ ഭർത്താവ് കൂടിയിരുന്ന് അതിൽ സബ്ബാബിൽ അറത്തുന്ന അവൻ ആ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക എടുക്കേണ്ടത്. അതിലാണ് കൊട്ട് കേട്ടത്. കൊട്ടും അതിന്റെ അവസ്ഥയൊക്കെ കേട്ടപ്പോൾ തന്നെ മനസ്സിലായി ഉമ്മറാണെന്ന്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു കട്ടിന്റെ അടിയിലാക്കി ദേവൻ മാറിയൊക്കാക്കി. അളിയനോട് ചോദിച്ചു എന്താ അവിടെ നടന്നിരുന്നത്? അദ്ദേഹത്തെ പറഞ്ഞു. അദ്ദേഹത്തിനെ പിടിച്ചു. ഉമ്മർ തന്നെ അടിച്ചു. കൈയിലുണ്ടായിരുന്ന എന്തോ സാധനം കൊണ്ട് അടിച്ചിട്ട് അദ്ദേഹത്തിന്റെ മുഖത്ത് രക്തം വന്നു. താടി പിടിച്ച് താഴ്ത്തിട്ടു. താടി പിടിച്ചിട്ട് താഴ്ത്തിട്ടു. ആരെ? ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവിനെ, അതായത് ഉമ്മർ റളിയല്ലാഹുവിന്റെ അളിയനെ താടി കൊടുക്കുന്നുണ്ട്. താടി പിടിച്ച് താഴ്ത്തിട്ടു. ഉമർ റളിയല്ലാഹു കോപം അടങ്ങില്ല. സഹോദരി പിടിച്ചു. സഹോദരിക്ക് കൊടുത്തടി. കോപാകുലനായി വന്ന ഉമർ ഒരു പരാക്രമം കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ തടുത്തപ്പോ സഹോദരിന്റെ മുഖത്ത് നിന്ന് രക്തം വരുന്നുണ്ട്. അളിയൻ ആകെ പ്രയാസത്തിലുള്ളത്. ഉമരെ മനസ്സറിഞ്ഞു. ഉമർ നോക്കുകൊണ്ടടങ്ങുന്നോ എഴുതിയ കഷ്ണങ്ങൾ കാണുന്നു. അതെടുക്കാൻ വേണ്ടി പോയി. അപ്പൊ കൊടുത്തില്ല. അവരെടുത്തു. അവർ പറഞ്ഞു ആ മതം സത്യമാണെങ്കിൽ ആ വിശ്വസിച്ചാൽ എന്താ കുഴപ്പമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് സഹോദരി. ഉമറിന്റെ പെങ്ങളല്ലേ അവിശ്വസിച്ചാൽ എന്താ? സത്യമാണെങ്കിൽ വിശ്വസിച്ചാൽ എന്താ കുഴപ്പം? ഉമറാൻ ചോദിച്ചു. അതിനെ കൊടുത്തായിട്ട് ഈ കഷ്ടം ചോദിച്ചു. കഷ്ടം കൊടുത്തില്ല. അതിനെ കുറിച്ച് ശുദ്ധിയായി വാങ്ങി കൊടുത്തു. ഉമർ റളിയല്ലാഹു അൻഹു വായിക്കാൻ അറിയാം. സാക്ഷരത കേരളം. ഉമർ റളിയല്ലാഹു അൻഹു അറിയാമായിരുന്നു. ആൾക്കാർ ഉമ്മീങ്ങൾ പറയണ്ടേ, പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു വായിക്കാനാണ്. ഉമർ റളിയല്ലാഹു അൻഹു വായിച്ചു. എന്ന് തുടങ്ങുന്ന ആവശ്യത്തെ ഖുർആൻ ആയത്തിന് മോദി ഇന്നനി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത്ത ലിദിക്രി എന്ന് തുടങ്ങുന്ന ഭാഗത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു സംഗതിയൊക്കെ മനസ്സിലായി. ഇന്നനി അനല്ലാഹ് ഞാനാണ് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഞാനല്ലാതെ വേറെ ഇലാഹില്ല ഫഅബ്ദുനി എനിക്ക് ഇബാദത്ത് ചെയ്യണം. വഅഖിമിസ് സ്വലാത്ത ലിദിക്രി എന്നെ ഓർമ്മിക്കാൻ വേണ്ടി നിസ്കാരം നിലനിർത്തണം. ഇതൊക്കെ ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി. ഉമർ റളിയല്ലാഹു പറഞ്ഞു എനിക്ക് മുസ്ലിമാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അടിയിൽ വന്നത്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത അറിയിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഉമർ, അംർ ഇബ്നു ഹിഷാം, അതായത് അബൂജഹൽ, ഇവർ രണ്ടിൽ ഒരാളെ കൊണ്ട് ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണേ. അത് നിങ്ങളെ ഹക്കിൽ കബൂലായ പോലെ തോന്നുന്നുണ്ടല്ലോ. സത്യത്തിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കാൻ വേണ്ടി വന്ന ആളാണ് ഉമർ. പക്ഷെ വീട്ടിലെ താലീം, ഖുർആന്റെ താലീം വീട്ടിലത്തത് മദ്രസയിലല്ല, വീട്ടിൽ. അതുകൊണ്ട് വീട്ടിൽ ഖുർആന്റെ താലീം ഉണ്ടാകണം. എന്തൊക്കെയാ നമ്മൾ വീട്ടിൽ നടക്കേണ്ടി പോയി. എല്ലാവരും പാടെ കൂടി നിന്നിട്ട് ഹാളില് എല്ലാവർക്കും ചോറ് തുമ്പോ കാണാൻ വരെ പറ്റുന്ന പതിനായി പഠിപ്പിക്കരുത്. ചില സ്ഥലത്തൊക്കെ സോഫ കെട്ടിങ്ങനെ സെറ്റാക്കി വെച്ചിട്ട് എല്ലാവർക്കും പാടെ ഇന്നിങ്ങനെ റാഹത്തായിട്ട് കാണാൻ കുടുംബജീവിതം സന്തോഷമാകാൻ അങ്ങനെ സന്തോഷമായിക്കൂല. പക്ഷെ വീട്ടിലൊരു ഖുർആന്റെ ഹൽക്ക നടത്താൻ, ഒരു താലീം നടത്താൻ, ഭാര്യന്റെ ഫാത്തിഹ ഒന്ന് ഓതി നോക്കാൻ, ഒന്ന് കേട്ടു നോക്കാൻ. എന്നോ പഠിച്ചതാണ്, 5ാം ക്ലാസ് മദ്രസയിൽ പഠിച്ചതാണ്. അത് കഴിഞ്ഞ് നിർത്തിയതാണ് ഈ പരിപാടി. ഫാത്തിഹ എന്താണ്, അത് ശരിയാണോ തെറ്റാണോ ഒന്നും അറിയില്ല. നമ്മുടെ ഭാര്യന്റെ ഫാത്തിഹന്റെ തെറ്റാരും നോക്കും. പള്ളിയിൽ കത്തി നോക്കോ ആരും ലാ സ്വലാത്ത ലിമൻ ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹത്തുൽ കിതാബ്, അതായത് ഫാത്തിഹ സൂറത്തിന്റെ അകത്ത് നിസ്കാരം ശരിയാവില്ല. ഫാത്തിഹ ഓതാത്തതിന്റെ നിസ്കാരം ശരിയാവില്ല. വമൻ അബ്ദല ത്വാഅൻ ത്വാഅ വതലത്തി സ്വലാ. ഒരാൾ താവ് പറയുന്നിടത്ത് ത്വാവ് പറഞ്ഞാൽ, അല്ലെങ്കിൽ ത്വാവ് പറയുന്നിടത്ത് താവ് പറഞ്ഞാൽ അവന്റെ നിസ്കാരം ബാത്തിലാവും. അതുകൊണ്ട് ഉമ്മാന്റെ ഫാത്തിഹ, ഭാര്യന്റെ ഫാത്തിഹ, മോളെ ഫാത്തിഹ ആരാ നോക്കുക? അതാ ഞാൻ പറഞ്ഞത്, മക്കളോട് കടമണ്ട് നമുക്ക്.
ഭാര്യക്കെല്ലാം ചെയ്തു കൊടുത്താണ്. AC മിക്സി വാഷിംഗ് എല്ലാ സംവിധാനമുണ്ട്. ഫാത്തിഹ ജീവിതത്തിൽ കേട്ടിട്ടുണ്ടോ? കല്യാണം കഴിച്ചിട്ട് 20 കൊല്ലായി, കല്യാണം കഴിച്ചിട്ട് 25 കൊല്ലായി, 30-40 കൊല്ലായി. എന്റെ ഭാര്യന്റെ ഫാത്തിഹ ശരിയാണോ? ഓളെ എവിടെ ഫാത്തിഹ ഓതിയത്, എന്താ പഠിച്ചത് ചോദിച്ചിട്ടുണ്ടാവില്ല. അതിന്റെ ഒരു കാരണം എന്താണ്? നമ്മളെ ഫാത്തിഹ ശരിയാണോന്ന് അറിയില്ല. അതൊന്ന് നോക്കണമെങ്കിൽ നമ്മൾക്ക് ശരിയാണെന്ന് അറിയണ്ടേ? ചിലരൊക്കെ പറയും ഭാര്യ ടോപ്പ് ഒത്ത അതിലപ്പോൾ എന്നെക്കാളും ഉഷാറാക്കുക, അയാൾക്ക് എന്നെക്കാളും ഉഷാറാവും, നല്ല നല്ല ഉഷാറാണ്. സത്യത്തിൽ എന്താണ് ഈ സ്ത്രീകൾക്ക് മണിക്കാന്നൊക്കെ ഉള്ളത് ഭയങ്കര രസമുള്ള പരിപാടി. ഓല സൗണ്ടിന് പറ്റി നന്നായി മണിച്ചിങ്ങനെ പോകാൻ, എവിടെ മണിക്കല്, എവിടെ അതിനേതാണ് വാഹനം. ഈ ചങ്ങായി കേൾക്കണ ഈ നല്ല അതിനൊക്കെ പറഞ്ഞ ഏറ്റവും നല്ല ഓത്താണെന്ന്, ഏറ്റവും നല്ല ഓത്താന്ന് പറഞ്ഞാൽ അതാണ്. ഇവൻ നല്ല തെരുവിൽ ഈ ഖുറാനോട് പഠിച്ച് ചെന്ന് നോക്കിയാൽ ഫുള്ള് തെറ്റേക്കും. അതുകൊണ്ട് ഇവന് പഠിക്കാൻ നേരമില്ല. അതുകൊണ്ട് പറയും മക്കളോടുള്ള കടമ പൂർത്തിയാക്കണമെങ്കിൽ നമ്മളൊരു നല്ലൊരു വാപ്പാവണം. നല്ല വാപ്പാണെങ്കിൽ പണിയെടുക്കാണ്ട് ആർക്ക് നമുക്ക് നല്ല ഭർത്താവാണെങ്കിൽ പണിയെടുക്കാണ്ടെങ്കിൽ നമുക്ക് ഒരു പണിയില്ലായിരിക്കാം. അതുകൊണ്ട് നല്ല ഭർത്താവണം, നമ്മൾ അതിന് പണിയെടുക്കാണ്ട്, നല്ല വാപ്പാവണം അതിന് പണിയെടുക്കാണ്ട്, നല്ല മോനാവണം അതിന് പണിയെടുക്കാണ്ട്. അതിന് ഈ പറഞ്ഞ സാധനമൊക്കെ നമ്മളിൽ ഉണ്ടായാൽ മതി, തക്കുവ നമ്മളിൽ ഉണ്ടായാൽ മതി. ദീനിന്റെ കാര്യത്തിന് സമയം ചെലവഴിക്കുന്ന അവസ്ഥ ഉണ്ടാവണം. ദീനിന് സമയം ചെലവഴിക്കണം. നമ്മളെന്താണ് ദീനിന്റെ സമയം ആകെ 15 നിസ്കരിക്കാൻ ഒരു മിനിറ്റ് കൂടി നേരം പറ്റില്ല. പള്ളിയിൽ 12:47 പോകും ചില പള്ളിയിൽ. അരജാത്തോണ്ട് അങ്ങനെ നിൽക്കുക. അത്ര കണിശേക്കും ഇമാമിനും മോദിനൊക്കെ റിമോട്ട് നിർത്തുന്ന കമ്മിറ്റിക്കാരും അല്ലെങ്കിൽ മുസല്ലികളും എന്നുവെച്ചാൽ അത്ര ഒരു മിനിറ്റ് കൂടി പള്ളിയിൽ എന്താ നിൽക്കാൻ പറ്റില്ല. റോഡ് മരത്തിന് നിന്നേരാണ് പള്ളി. നമുക്ക് വേഗം പരിപാടി വെച്ച് പോകേണ്ട മൂത്രപരമായില്ല പള്ളി. വേഗം മുദ്രിക്ക വേഗം പോലെ വേറെ പരിപാടി നാളെ പറ്റില്ല. അസ്വസ്ഥത ആൾക്കാർക്ക്, അസ്വസ്ഥത. പള്ളി അസ്വസ്ഥതയാണ് മുനാഫിക്കിന് അടയാളം. മുനാഫിക്കിന് മസ്ജിദ് ഏതുപോലെയാണ്? പക്ഷി കൂട്ടിലിട്ട പോലെ ഉണ്ടാവും. പക്ഷിക്ക് കൂട് പോലെയാണ് മുനാഫിക്കിന് മസ്ജിദ്. മൂമിന് മസ്ജിദ് കസമകി ഫിൽ മാ, മത്സ്യം വെള്ളത്തിലിട്ട മാതിരി. മത്സ്യത്തിന് വെള്ളത്തിലിട്ട പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ആടപ്പലം കരക്കിട്ടാലാണ് അങ്ങനെ ചാടുക. പക്ഷി കൂട്ടിലിട്ടാൽ ഉള്ളു കയറിയാൽ പ്രശ്നിക്കും. ഇതേപോലെ മുനാഫിക്ക് പള്ളിക്കര പ്രശ്നിക്കും. ഇമാമിന് തെറ്റിക്കും, മോദിന് തെറ്റിക്കും. മുന്നോട്ട് പോയ അയാളെ പേര് പ്രശ്നം ഉണ്ടാക്കും. ഒരു 1/2 മിനിറ്റിനൊക്കെ പള്ളി നിൽക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് പള്ളി നിൽക്കാൻ പറ്റില്ല? അവനവന്റെ ജീവിതം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അവന്റെ ജീവിതം മുഴുവൻ കൊടുക്കേണ്ടത് പള്ളിയിലാണ്. അവനവന്റെ ദീനിന്റെ കാര്യം പഠിക്കട്ടെ. മസ്ജിദിൽ വന്നിട്ട് മസ്ജിദിൽ നിന്ന് സമയം കൊടുക്കാൻ ആൾക്കാരില്ല. മസ്ജിദ് വീറാനാണ്, കാലിയായി കിടക്കാൻ. സുബിസ്കാരം കഴിയും പള്ളിയിൽ. പിന്നെ അടുത്ത 12:30 അല്ലെങ്കിൽ 12:45 പള്ളിയിൽ ഒരു മനുഷ്യനെ കാണണമെങ്കിൽ. മസ്ജിദ് നബവി അങ്ങനെ ആയിരുന്നില്ല. ലോകത്തെ മുഴുവൻ പള്ളികളും മസ്ജിദ് നബവിന്റെ ബ്രാഞ്ചാണ്. അതുകൊണ്ട് എല്ലാ പള്ളിയിലും എപ്പോഴും ആളുണ്ടാവണം. ഒഴിവുള്ള മൂമിനികളൊക്കെ പള്ളിയിൽ വന്നിട്ട് എന്തെങ്കിലും പഠിക്കുകയും കേൾക്കുകയും ഓതിയും നിൽക്കുന്ന വിവാദത്തിൽ കഴിയണം. ബാക്കി അവന്റെ മനുഷ്യത്തിന്റെ ജോലി. മൂമിൻ 3 സ്ഥലത്താണ് ഉണ്ടാവുക. ഒന്ന് അവന്റെ ജോലി സ്ഥലത്ത്, അവൻ എത്ര ജോലി ചെയ്യാം. 2 അവന്റെ വീട്, 3 അവന്റെ മസ്ജിദ്. ഇതെല്ലാം വേറെ സ്ഥലമില്ല. നമ്മൾ മൈതാനത്തിൽ നിൽക്കും, നിന്ന കാലത്ത് നിൽക്കും. ഈ കാരണം ഒരു മിനിറ്റിന് പള്ളിയിൽ കച്ചറ ഉണ്ടാക്കണ ഈ കാക്ക വൈകുന്നേരം നിന്ന നിൽപ്പിന് ഒരു ഫുള്ള് കളി കാണും. അവർക്ക് പ്രശ്നമില്ല. പള്ളിയിൽ ഒരു മിനിറ്റ് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് പള്ളിയിൽ അസ്വസ്ഥത ഉണ്ടാവുന്ന ആൾക്കാരുണ്ട്. ഒരു സ്വന്തത്തിൽ ആലോചിച്ചാൽ മതി, എനിക്ക് നിഫാഖ് കൂടിയിട്ടുണ്ടാവും, ഞാൻ ഉണ്ടാക്കലാ നല്ലത്. എനിക്ക് നിഫാഖ് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം നല്ലപോലെ ആയിരിക്കും. മസ്ജിദ് അള്ളാഹ് ഇബാദത്ത് ചെയ്യാനുള്ളതാണ്, അല്ലാതെ നീ പഠിക്കാനുള്ളതാണ്. നമ്മളെ ലക്ഷ്യം വേറെ എന്തൊക്കെ. ഞാൻ കച്ചവടക്കാരനാണെന്ന് വിചാരിച്ച് നിൽക്കുന്നത് അല്ല. നീ മുഅ്മിനാണ് ആദ്യം, നീ ഈമാനുള്ളവനാണ്. നീ അള്ളാഹ് മുത്തഖിയാണ്. നീ മുത്തഖിയാവാനുള്ള ശ്രമം നടത്തുക. അതിന്റെ കൂട്ടത്തിൽ എന്റെ മനുഷ്യത്തിന് കച്ചവടം ചെയ്തോ?
അതുകൊണ്ട് മസ്ജിദിൽ പ്രശ്നങ്ങൾ ഉണ്ടാവരുത്. മസ്ജിദിൽ പ്രശ്നങ്ങൾ ഉണ്ടാവരുത്. ഇമാമായിട്ട് മസ്ജിദ് നിൽക്കാൻ പറ്റില്ല, മോദിന്റെ മസ്ജിദ് നിൽക്കാൻ പറ്റില്ല. പള്ളി പെയിന്റ് അടിക്കാൻ വന്നവനും പള്ളിന്റെ കോൺട്രാക്ടർ പണിയെടുത്തവന് വരെ പണിയെടുക്കാനും പറ്റില്ല. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കോൺട്രാക്ടറോട് ഞാൻ ചോദിച്ചു, പള്ളിന്റെ പണികൾ എടുത്ത് വെച്ചു. അവനോട് ദയവ് സ്ഥലം മാത്രം പറയുന്നത് എന്ത് ചോദിച്ചു, നിങ്ങളെ വീടിന്റെ ആളെ നിങ്ങളെ മാത്രം സഹിച്ചാൽ മതി, പള്ളിന്റെ സകല അണ്ടനെ അടകോടനെ സഹിക്കണമെന്ന്. എല്ലാ അഭിപ്രായം പറയും. പള്ളിയല്ലേ അവിടെ ഇങ്ങനെ ആക്കി എന്തിനും ചാട കല്ലിച്ചു കൊടുക്കും. ഇവന് ഒരു ഉറുപ്പിന് ചെലവുണ്ടാവില്ല, ഓ മൂത്രയ്ക്കാൻ വന്നേക്കും. കോൺട്രാക്ടറെ കൂടി പണിയെടുപ്പിക്കാൻ സമ്മതിക്കാത്ത കൗമാണിത്. അതുകൊണ്ട് പള്ളി എല്ലാവരും കൂടി തലയിൽ കയറേണ്ട സ്ഥലമല്ല. മസ്ജിദ് അള്ളാന്റെ വീടാണ്. അതിൻ്റെതായ നിയമങ്ങളും അവസ്ഥകളുണ്ട്. നമ്മുടെ നാടുകളിൽ വരുത്തി തീർത്ത മസ്ജിദുകളുടെ സ്വഭാവം എല്ലാ പള്ളികളുടെ മേലും വെച്ച് കെട്ടരുത്. മസ്ജിദ് സ്വതന്ത്രാണ്. നിങ്ങളുടെ മസ്ജിദിന്റെ വഴി അതൊക്കെ പഠിക്കുന്നത്. ഇശാ നമസ്കാരത്തിൽ വന്ന സഹാബാക്കൾ ഉറങ്ങുകയായിരുന്നു. പിന്നെ സഹാബാക്കൾ വിളിച്ചോട്ടിട്ട് ഉദരത്തിന് പിന്നെ നിസ്കരിക്കലാണ് എന്ന് വെച്ചാൽ നബിതന്റെ സാധനങ്ങൾ എപ്പോഴാണ് വരുന്നത്, എപ്പോഴാണ് അവിടെ നിസ്കാരം. അവിടെ 12 കാലി ഒന്നുമില്ല. മസ്ജിദിന്റെ മുന്നിൽ രീതി അതാണ്. ആരാണ് ഈ 15 മിനിറ്റിന്റെ ആള്, ആരാണ് ഈ 20 മിനിറ്റിന്റെ ആള്? ലോകത്ത് മുഴുവൻ വിദ്യാർത്ഥി ചർച്ച ചെയ്തവർ വരെ ഇതിന്റെ ആൾക്കാരാണ്. ഒരു കാലത്തൊന്നും വിദ്യാർത്ഥിയൊന്നുമല്ലേ. അതുകൊണ്ട് മസ്ജിദിൽ അസ്വസ്ഥതകൾ ഉണ്ടാവുന്നെങ്കിൽ സ്വന്തത്തിൽ തീരുമാനം എടുത്തോളി. ഞാൻ മുനാഫിക്കായിട്ടുണ്ട്. ഹൻദല റളിയല്ലാഹു അൻഹു പറഞ്ഞ മാതിരി നാഫഖ ഹൻദല എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആലോചിച്ചാൽ മതി. നമുക്ക് മസ്ജിദിൽ അസ്വസ്ഥത ആവശ്യമില്ല. മസ്ജിദിൽ എത്തിയ സമാധാനമാണ്. ഭൂമിന്റെ സമാധാനത്തിന്റെ വീടാണ് മസ്ജിദ്. ഞാൻ കച്ചവടത്തെ പ്രശ്നമാണ്, ഉദ്യോഗത്തെ പ്രശ്നം. എന്റെ സീനിയർ ഓഫീസർ ആരുമായി, എന്റെ ബോസ്, എന്ത് ബോസ്. അതുകൊണ്ട് മസ്ജിദിൽ സമയം ചെലവാക്കി ഖുർആൻ പഠിക്കും. ഫാത്തിഹ ശരിയാക്കി, അത്തഹിയ്യാത്ത് ശരിയാക്കി, എന്നിട്ട് ഭാര്യയുടെ അത്തഹിയ്യാത്ത് ശരിയാക്കി, മകളെ ഫാത്തിഹ ശരിയാക്കി. ഇല്ലെങ്കിൽ സാർമാരെ കൂട്ടാക്കി നരകത്ത് പോണ്ടി വരും. ഇതൊന്നും പറഞ്ഞുതരാൻ ആരുണ്ടാവില്ല. കൂട്ടാക്കി നരകത്തിൽ നിസ്കാരമില്ല. ഇത് ചെറിയ കാര്യമില്ല. പക്ഷെ നമുക്കൊന്നും പ്രശ്നമില്ല. ഭാര്യന്റെ പാർട്ടി ശരിയാണ്, അവർക്ക് പ്രശ്നമില്ല. അമ്മന്റെ പാർട്ടി ശരിയാണ്, അവർക്ക് പ്രശ്നമില്ല. എന്റെ പാർട്ടി ശരിയാണ്, അവർക്ക് പ്രശ്നമില്ല. കാരണം അവന് നേരമില്ല. നമ്മൾ വേറെ ലക്ഷ്യത്തിന് വന്നതാണ്. ആ ലക്ഷ്യം പൂർത്തിയാക്കാണ്. ഞാൻ ഇവിടുത്തെ അതാണ്, ഞാൻ ഇവിടുത്തെ ഇതാണ്, ഞാൻ ബിസിനസ്സിൽ അതാണ്, ഞാൻ ഇതിന്റെ സ്റ്റാഫാണ്, ഞാൻ അതാണ്, ഞാൻ കർഷകനാണ്. സാർമാരെ, ഞാൻ ആദ്യം മുഅ്മിനാണ്, ഞാൻ ആദ്യം മുത്തഖിയാണ്, ഞാൻ ആദ്യം മുസ്ലിമാണ്, അതിന് ശേഷമാണ് ഞാൻ കർഷകൻ, അതിന് ശേഷമാണ് ഞാൻ ഉദ്യോഗസ്ഥൻ, അതിന് ശേഷമാണ് ഞാൻ കച്ചവടക്കാരൻ. നമ്മൾ കച്ചവടത്തിന് മുന്നിൽ കൊണ്ടുവന്നു. നമ്മുടെ ജീവിതം മുഴുവൻ കച്ചവടം ചെയ്തു. ഹലാലും ഹറാമൊക്കെ നോക്കിയൊക്കെ കച്ചവടം ചെയ്തു. അവസാനം വെറുകയോട് കൂടി കബർസ്ഥാനിൽ കൊണ്ടുപോയി തള്ളുകയാണ്. കഫന്തുളികളിൽ പൊന്നി ആ റോസ് വാട്ടർ എന്താ നിങ്ങൾ പറയല്? റോസ് വാട്ടർ എന്താ നിങ്ങൾ പറയല്? പനനിയൻ അല്ലേ? അതാണ്. അങ്ങനെ കൊടയാൾ കൊണ്ടേറ്റ് അവിടെ കൊണ്ടേ തള്ളുക. ബസ് കലാസ് ആദ്യം തീർന്നു, അടുത്ത വരട്ടെ. എന്തിനും 30 കൊല്ലം 50 കൊല്ലം ഈ ഭൂമിയിലെ തൊലിപ്പുറത്ത് ജീവിച്ച് അവൻ അള്ളാഹനെ മനസ്സിലാക്കിയിട്ടില്ല. അവന്റെ നിസ്കാരത്തിൽ എന്താ ചെല്ലണമെന്ന് പഠിച്ചിട്ടില്ല. അവനന്റെ അള്ളാഹു എന്തിനോ ഭൂമിയിൽ ജീവിച്ചു. ഭൂമിക്ക് ഭാരമില്ലാതെ അള്ളാഹു തന്ന നിയമത്തുകൾ മുഴുവൻ ആസ്വദിച്ചു. അള്ളാഹുനെ പോലും പരിഗണിക്കാതെ ഭൂമിയിൽ തൊലിപ്പുറത്ത് ജീവിച്ച് കഫന്തുണികളിൽ കൊന്നിട്ട് മുസ്ലിമീങ്ങളുടെ കബർസ്ഥാനങ്ങൾ കൊണ്ടുപോയി അടക്കം ചെയ്യപ്പെട്ടാൽ ഞാൻ മുഅ്മിനാണെന്ന് വിചാരിക്കുന്നത് എത്ര വലിയ വിഡിത്തരം. കബർസ്ഥാൻ ഏതായാലും എന്താ, അവനോട് റബ്ബുമായിട്ടുള്ള ബന്ധമാണ് അവനെ നാളെ ആഖിറത്തിൽ ഉപകാരപ്പെടുക. അതുകൊണ്ട് ഖബർസ്ഥാന്റെ മഹത്വം കൊണ്ട് നമ്മൾ രക്ഷപ്പെടില്ല. ചിലപ്പോൾ പള്ളിയുടെ മുമ്പ് കട അടക്കിയാൽ നേരെ ഫസ്റ്റ് എഴുതിച്ച് സ്കൂളെ കുട്ടികളെ കണ്ടല്ലോ ഓർഡർ എടുത്ത് നിൽക്കല് ജനങ്ങളായി പോകും. എന്ന മാതിരി വെച്ച് കബറിന്റെ പള്ളിന്റെ കബറിന്റെ മുന്നിൽ വെച്ച സ്വർഗത്തിൽ പോയിട്ട് നേരാണ് പായാണ്. അതുകൊണ്ട് സാധാരണ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഈ കാര്യത്തിൽ പരിഹാരം ഉണ്ടാക്കും. നിസ്കാരം ശരിയാക്കി. ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനമായ കാര്യം നിസ്കാരം. അതുകൊണ്ട് കടമകളെ പൂർത്തിയാക്കാനുള്ള ഫിക്ർ വെക്കി. എനിക്ക് എന്നോട് കടമുണ്ട്, എനിക്ക് ഭാര്യ ഉണ്ടെങ്കിൽ ഓളോട് കടമുണ്ട്, മക്കളുടെ ഓളോട് കടമുണ്ട്, ഉമ്മ ഉണ്ടെങ്കിൽ ഉമ്മനോട് കടമുണ്ട്, വാപ്പന്റെ വാപ്പനോട് കടമുണ്ട്, അയൽവാസിനോട് കടമുണ്ട്. ഇതൊക്കെ നമ്മുടെ ബാധ്യതപ്പെട്ടതാണ്.
അവിടെ കടമകളുടെ ദീനിനെ പറ്റി ആലോചിച്ച് തുടങ്ങി. അതിനാദ്യം നമുക്ക് നമ്മളോട് കടമുണ്ട്. നിനക്ക് നിന്നോട് കടമുണ്ട്, എനിക്ക് എന്നോട് കടമുണ്ട്. എന്റെ കടമയാണ് എന്റെ ബാക്കി, എന്റെ നിസ്കാരമൊക്കെ നന്നാക്കല്, എന്റെ അള്ളാഹുവിന്റെ ബന്ധം നന്നാക്കല്. അതിനെവിടെ നമ്മൾ സമയം കണ്ടെത്തിയത്? അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതേ വെറുതെ പറഞ്ഞു പോവല്ല, ഇത് ഞാൻ എന്റെ ഉത്തരവാദിത്വം പൂർത്തിയാക്കണം. ഓരോ ആളും ഈ ഇരിക്കുന്ന ഓരോ ആൾക്കാരും എന്റെ ഫാത്തിഹ ശരിയാണോ എന്ന് ഏതെങ്കിലും ഒരു ഫാത്തിഹ ഓതാൻ ആരെങ്കിലും ഒരു ആലിമിന്റെയോ അല്ലെങ്കിൽ ആരെങ്കിലും മുന്നിൽ ഓതി കൊടുക്കി ശരിയാണോ നോക്കി, എന്റെ ശരിയായ എന്റെ ബാലിന്റെ എന്ത് ശരിയാണോ നോക്കണം. അങ്ങനെ ഇതിനെ പറ്റി ഒരു ഫിക്ർ, ഒരു ആലോചന നടത്തി. അങ്ങനെ നമ്മുടെ നിസ്കാരം നന്നാക്കാൻ, നമ്മുടെ അമലുകൾ നന്നാക്കാൻ, തഖ്വ ഉണ്ടാക്കാനുള്ള പരിശ്രമം ചെയ്യും. ഇത് ഏറ്റവും അത്യാവശ്യമാണ്. ഇതിനു വേണ്ടിയിട്ടാണ് സാധാരണ ആളുകൾ യാത്ര ചെയ്യുന്നത്. തിരക്കിന്റെ ഇടയിൽ ഒരു 40 ദിവസം എടുത്ത് പോണ ഇതിനു വേണ്ടിയിട്ടാണ്. ഈ പാർട്ടി ഇതൊക്കെ ഒന്ന് ശരിയാക്കാനാണ്. ആൾക്കാരെ നന്നാക്കാൻ പോകണം. ബുദ്ധിയില്ലാത്ത കുറെ ചങ്ങായിമാരെ പോകണം. ഏർപ്പാടില്ല, പരിപാടി ഇല്ലാതൊക്കെ വിചാരിക്കാണ്. പരിപാടിയൊക്കെ ആകൃതിമാരെ ആരെങ്കിലും ഏർപ്പാട് കഴിഞ്ഞ്, ആരെങ്കിലും പരിപാടി കഴിഞ്ഞ്, ആരെങ്കിലും ബുദ്ധിമാനൊക്കെ അവിടെ നിന്ന് അറിയാം. അപ്പൊ പറഞ്ഞ കാര്യമില്ലല്ലോ. അവിടെ പറ്റെങ്കിൽ കുറച്ച് സമയം തന്നെ ചെലവാക്കി കൊടുക്കും. ഒരു 3 ദിവസം എടുത്ത് അള്ളാന്റെ മാർഗത്ത് പുറപ്പെട്ട ഫാത്തിഹ അതൊക്കെ ശരിയാക്കാം. നാം ആരെന്റെ മക്കൾക്കൊക്കെ ശരിയാക്കാം. അതിന് സമയം കണ്ടെത്താം. അള്ളാഹ് ഇതിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, മസ്ജിദ് അള്ളാഹുവിന്റെ വീടാണ്. അതുകൊണ്ട് തന്നെ മസ്ജിദിന്റെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള പണികളെയാണ് പറ്റുള്ളൂ. സമ്പത്തായാലും പരിപാടികളൊക്കെ ആയാലും അള്ളാഹിന്റെ ഇഷ്ടമാണ് അവിടെ നോക്കേണ്ടത്. അൽഹംദുലില്ലാഹ് നമ്മുടെ മസ്ജിദുൽ ഹുദന്റെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കലുണ്ട്. നമ്മളോട് കയ്യിൽ പത്തിലുണ്ട്. ഇപ്പൊ മിഷനറി ഒന്നും കണ്ടെത്തിയിട്ടില്ല. ഏത് കള്ളനോട് പിടിക്കുന്ന മാതിരി ഹലാൽ പിടിക്കാൻ ഉള്ള സംവിധാനമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ മാക്സിമം നോക്കലുണ്ട് ആൾക്കാർ തന്നെ പൈസ ഹലാലാണോ എന്നുള്ളത്. അതുകൊണ്ട് മുമ്പ് ഒരിക്കലും ഇങ്ങനെ ഉണ്ടായിരുന്നു. പൈസ എന്ത് ചെയ്യാറുണ്ടാല് ഇഖ്ലാസിന്റെ തോതിൽ കുടിക്കാൻ തോന്നുന്നുണ്ട്. ആരും അറിയാതെ ആരും കൂടി പൈസ ഇട്ട് പോവാ. മുമ്പ് ഒരിക്കലുണ്ട് റൂമിലൊരു 26 ഞാൻ ഇവിടെ ദിമാക്ക് പറഞ്ഞു. പിന്നെ ആളെ കിട്ടി. അപ്പൊ ഇഖ്ലാസിന്റെ കട്ടായതുകൊണ്ട് അങ്ങനെ ചെയ്തതാണെന്നാണ് മനസ്സിലായത്. അതുകൊണ്ട് അങ്ങനത്തെ വലിയ ഇഖ്ലാസ് ഒന്നും വേണ്ട. ആരെങ്കിലും പൈസ ആടിവിടെ ഇപ്പൊ കുറച്ച് പൈസ ആടിവിടെ ഇട്ടിട്ട് ഇപ്പൊ 2 ആഴ്ചയായിട്ട് ഇങ്ങനെ ആൾക്കാർ പൈസ ഇട്ട് പോയിട്ട് ആടിവിടൊക്കെ. അതുകൊണ്ട് പള്ളിക്ക് ഉപയോഗിക്കണമെങ്കിൽ വ്യക്തമായ ആളറിയാതെ പള്ളിക്ക് ഉപയോഗിക്കൂലോ. പള്ളിക്ക് ഉപയോഗിക്കൂല. അതാ വെള്ളിയാഴ്ച ദിമാക്കി എന്നോട് തുറന്നു പറയാം. ആളറിയാതെ ആ പൈസ പള്ളിക്ക് ഉപയോഗിക്കൂല. അതെന്താ ചെയ്യേണ്ടതില്ല നമ്മൾ ആലോചിച്ച് വേറെ എന്തെങ്കിലും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഇഖ്ലാസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് പണി നിൽക്കരുത്. നിങ്ങൾക്ക് ഇഖ്ലാസോട് കൂടിയാണെങ്കിൽ നിങ്ങൾ ഉടമസ്ഥന്മാരോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഉണ്ട്, ഞങ്ങൾ കുറച്ച് പൈസ പള്ളിക്ക് തരാൻ വിചാരിച്ചിട്ടുണ്ട്, ഇത് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമോ? ആകെ നിങ്ങളോട് ഒരു ചോദ്യം ഉണ്ടാവും, ഹലാലാണോ എന്ന്. അത്രയും ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. ഹലാലാണെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അതിനെപ്പറ്റി ആലോചന അതൊക്കെ ഉണ്ടായി. ഹലാലാണെങ്കിൽ സ്വീകരിക്കും. ചിലർക്ക് ധാരണയുണ്ട്, വലിയ പൈസ എന്തായാലും വാങ്ങൂല. അങ്ങനൊന്നുമില്ല. ഇത് അള്ളാന്റെ വീടാണ്. അള്ളാന്റെ വീട്ടിനാൾ പൈസ നമ്മൾ വാങ്ങാക്കണം. പക്ഷെ ഹലാൽ മാത്രമേ തരാവൂ. ഹലാൽ മാത്രമേ തരാവൂ. അവിടെ പഠിച്ചു പോരുത്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഇട്ടിട്ട് ഈ ആഴ്ച ഇട്ടിട്ടുണ്ട്. അവിടെ പൈസ അവിടെ ഇട്ടിട്ട് ദയവേദി പോരുത്. ആ പൈസ നമുക്ക് പള്ളിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഉത്തരവാദികൾ നമ്മളാണ്. എന്തിനാണ് അള്ളാന്റെ പള്ളിക്ക് ആവശ്യമില്ലാത്ത ആറാമായ കൈക്കൂലിക്കാരന്റെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പൈസ, ആരോ പൈസ നമുക്ക് അറിയില്ലല്ലോ. അവിടെ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ. അള്ളാഹ് നമുക്ക് അമൽ ചെയ്യാൻ തോന്നുകയാണ്.